ബഹുമാനപ്പെട്ട ജ്ഞാനാവൃതാന്തപുരി സ്വാമികളും ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഭാരതീയമായ സംസ്കാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ആദ്യം വന്നെത്തുന്ന ഒരു സമസ്യ, ഒരു പ്രശ്നം, ഈ സംസ്കാരത്തിനെ നിരന്തരമായി ഏറ്റുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷുതിയാണ്. നാനാഭാഗങ്ങളിൽ നിന്നും ഇതിനെ ഏതാണ്ടൊരു ക്യാൻസർ ബാധിച്ചതുപോലെ എല്ലായിടത്തു നിന്നും ഇതിനെ കവർന്നുകൊണ്ട് ചില ശക്തികൾ പുറത്തേക്ക് വരും. ക്യാൻസറിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന അമൃതയോട് ഇരിക്കുന്നുണ്ട്. അമൃതയ്ക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ ഇങ്ങനെ ഒരു കവർന്ന് നശിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു. ചില പ്രസ്ഥാനങ്ങൾ, ചില പുരോഗമനപരങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചില പ്രസ്ഥാനങ്ങൾ, അവർ വളരുന്നത് നമ്മുടെ പൈതൃകത്തെ നശിപ്പിച്ചുകൊണ്ടാണ്. ഇപ്പൊ ഭാരതീയമായ സംസ്കൃതിയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആളുകളാണ് ഇവിടെ ഉള്ളതെങ്കിൽ ഇന്ന് പ്രബലമായിക്കൊണ്ടിരിക്കുന്ന പല പ്രസ്ഥാനങ്ങളും ഇതുപോലെ വളരില്ല. അതുകൊണ്ട് എന്ത് വേണം? പണ്ട് മെക്കാളെ പ്രഭു പറഞ്ഞതുപോലെ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം നശിപ്പിച്ചാൽ മാത്രമേ വിദേശികൾക്ക് ഇവിടെ ഭരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോ അതുകൊണ്ട് അവർ നമ്മുടെ സംസ്കാരത്തെ നശിപ്പിച്ചു കളഞ്ഞു. എന്താണ് നമ്മുടെ സംസ്കൃതിക്ക് ഉണ്ടായിരുന്ന സവിശേഷത? നമ്മുടെ ലതിക മാഡം പറഞ്ഞതുപോലെ, മാഡം പല വീടുകളിലും പോകുന്ന ആളാണ്. കാരണം പാലിയേറ്റീവ് കെയറിന് വേണ്ടിയിട്ട് പല വീടുകളിലും പോകുമ്പോൾ വീടുകളുടെ അന്തർഗതങ്ങളെ കുറെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കും. ഈ ശൈഥില്യമാണ് സമൂഹത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ ബന്ധങ്ങൾ ദൃഢതരങ്ങളായിരുന്നുവെങ്കിൽ സമൂഹവും ശിഥിലമാവുകയില്ല. നമ്മുടെ സംസ്കൃതിയിലൂടെ നമ്മുടെ സംസ്കാരം സുദൃഢമായ അവസ്ഥയിൽ ഇരിക്കും. അപ്പൊ ഇതിന് വന്നുകൊണ്ടിരിക്കുന്ന ച്യുതി എന്താണ്? നമുക്കറിയാം, ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ പറഞ്ഞത് എന്താണ്? നമ്മുടെ സനാതനമായ ധർമ്മം ആദ്യം ആരെയാണ്? ഭഗവാൻ ആദ്യം ഇത് ഉപദേശിച്ചത് സൂര്യനാണ്. സൂര്യനിലൂടെ അത് മനുവിലേക്കും, മനുവിൽ നിന്ന് അത് ഇക്ഷ്വാകുവിലേക്കും, ഇക്ഷ്വാകുവിൽ നിന്ന് ഇക്ഷ്വാകു വംശത്തിലേക്കും അത് വന്നു. അപ്പോ അതിനെ നമ്മൾ കണ്ടത് എവിടെയാണ്? ഇക്ഷ്വാകുവിന്റെ വംശം പിന്നെ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് രഘുവംശത്തിലാണ്, രഘുവിലൂടെയാണ്. രഘുവിന്റെ മക്കളായിട്ട് രാഘവനുമാണ്. രഘുവിൽ നിന്ന് അജനും, അജനിൽ നിന്ന് ദശരഥനും, ദശരഥനിൽ നിന്ന് ശ്രീരാമചന്ദ്രനും. അവരിലൂടെ ആ ധർമ്മം ഇവിടെ ലബ്ധപ്രതിഷ്ഠമായിട്ടുണ്ട്. അപ്പൊ ഭഗവാൻ സൂര്യൻ തന്നെ ആ ധർമ്മത്തെ പറയുന്നത് എങ്ങനെയാണ്? സമത്വത്തിന്റെ മഹാമന്ത്രത്തിലൂടെയാണ് സൂര്യൻ അത് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. സൂര്യൻ പറയുന്നു ഇവിടെ യാതൊരു ഭേദവുമില്ല. നമ്മൾ കാണുന്ന ആദ്യമേ തന്നെ നമ്മുടെ സംസ്കാരത്തെ നിന്ദിക്കുന്നവർ ആദ്യം പറയുന്നത് എന്താണ്? ഇവിടെ സ്ത്രീകൾക്ക് രക്ഷയില്ല, സ്ത്രീകളെ ഉപഭോഗ വസ്തുക്കളായി കാണുന്ന സംസ്കാരമാണ് നമ്മുടേത് എന്നാണ് പറയുന്നത്. പക്ഷെ വാസ്തവത്തിൽ അങ്ങനെയാണോ? നമ്മുടെ സംസ്കാരത്തെ നാം അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അപകടം വന്നു ചേർന്നത്. സൂര്യൻ തന്നെ പറയുന്നു, ഋഗ്വേദത്തിലെ ഒരു മന്ത്രത്തിൽ സൂര്യൻ പറയുന്നു, സ്ത്രീയ സതീസ്താ ഉമേ പുംസ ആക്കുപു പശ്യദക്ഷണ്വാനി ന വിചേതത അന്തഃ കവിറിയ പുത്ര സയീം ആചികേത യസ്താ വിജാനാത് സപിദുഷ്ടിദാസത് എന്ന് സൂര്യൻ പറയാണ്, എന്റെ രശ്മികൾ സ്ത്രീകളുമാണ്, അവ പുരുഷന്മാരുമാണ് എന്നാണ്. സ്ത്രീത്വവും പൗരുഷവും ഒരേ വ്യക്തിയിൽ ഉണ്ടെന്ന് പറയുന്ന ഒരു സംസ്കാരം.
അതിലെന്താണ്? ശരീരത്തിന്റെ പ്രകൃതിക്കാണ് വ്യത്യാസമുള്ളത്. ശരീരം, ആത്മാവ് എല്ലാവരുടേതും ഒരുപോലെ. പല സംസ്കാരങ്ങളും സ്ത്രീകൾക്ക് ആത്മാവില്ലെന്ന് വരെ വിശ്വസിക്കുന്നവരുണ്ട്. ഇവിടെ പറയുന്നത് എല്ലാം എന്താണ്? എല്ലാവരിലും ഒരേ ചൈതന്യം കുടികൊള്ളുമ്പോഴും ശരീരത്തിന്റെ പ്രകൃതിയിൽ വ്യത്യാസമുണ്ട് എന്നാണ്. ഒരു വിധത്തിലുള്ള ശരീരം. എന്തിനാണ് സ്ത്രീയുടെ ശരീരം? എന്തിനാണ്? അത് കുലത്തെ, മനുഷ്യകുലത്തെ വിസ്തൃതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വിസ്തൃതി അല്ലെ? സ്ത്രീ എന്ന റൂട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. സ്ത്രീ, ടു സ്പ്രെഡ് എന്നാണ് അർത്ഥം. അപ്പോ കുലത്തെ വിസ്തൃതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്തുണ്ട്? സ്ത്രീയുടെ ശരീരം സ്ത്രീ പ്രകൃതികമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. പുരുഷൻ എന്നുള്ളവനാണ്, പുരുഷൻ ജോലി ചെയ്യുന്നവനാണ്. പുംസ്ത്വം എന്നുള്ളതിന് ബലം എന്നാണ് അവിടെ അർത്ഥം. അത് സ്ത്രീയിലുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ സംസ്കാരത്തെ നിന്ദിക്കുന്നവർ പറയുന്നത് എന്താണ്? നമ്മുടെ സംസ്കാരങ്ങൾ, ഷോഡശ സംസ്കാരങ്ങൾ, 16 സംസ്കാരം. ഈ 16 സംസ്കാരങ്ങളിൽ ആദ്യത്തെ സംസ്കാരം ഗർഭാധാനം എന്ന് പറയുന്ന സംസ്കാരമാണ്. ഗർഭാധാനം കഴിഞ്ഞാൽ പിന്നെ പുംസവനമാണ്. അത് അവിടുന്ന് തുടങ്ങുന്നു നമുക്കെതിരെയുള്ള നിന്ദകൾ. പുംസവനം എന്ന് പറയുന്നത് ഈ ഉണ്ടാകുന്ന കുഞ്ഞ് പുരുഷനാകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ പുരുഷനാകാൻ വേണ്ടി ഒരു സംസ്കാരം ഉണ്ടെങ്കിൽ ഈ കുലം എങ്ങനെയാണ് നിലനിൽക്കുക? മാനവകുലം എങ്ങനെയാണ് നിലനിൽക്കുക? അപ്പൊ പുംസ്ത്വം എന്നുള്ളതിനെ അവിടെ പറയുന്നു ശക്തി ഉണ്ടാകുന്നതിന് വേണ്ടി. പുംസ്ത്വം എന്നുള്ളത് കൊണ്ട് ബലമാണ് ഉദ്ദേശിക്കുന്നത്. മന്ത്രപൂർവകമായി ചില ഔഷധങ്ങൾ നൽകുകയാണ് പുംസവനം എന്ന സംസ്കാരത്തിന്റെ താത്പര്യം. അതിന്റെ ആകത്തുക എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഈ ഗർഭസ്ഥ ശിശു ബലമുള്ളതായിരിക്കണം, കരുത്തുള്ളതായിരിക്കണം, അല്ലാതെ ആണായിരിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ അവിടെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകൾക്ക് കഴിയും. അപ്പൊ ഇതെന്താണ്? ഈ സംസ്കാരം എന്തിനെ പറയുന്നതാണ്? ഇത് പുരുഷന് വേണ്ടിയുള്ള സംസ്കാരമാണ് എന്ന് പറയാൻ ആളുകളുണ്ടായി. അത് നമ്മൾ വിശ്വസിക്കുകയും ചെയ്തു. അപ്പോഴെന്താണ് ഇവിടെ സ്ത്രീക്ക് എന്താണ് വില എന്ന് ആളുകൾ ചിന്തിക്കാറുണ്ട്. അതോടെ എന്തായിത്തീർന്നു? ഈ സംസ്കാരത്തെ നിന്ദിച്ചുകൊണ്ട് ഇതിനെ തള്ളിപ്പറയുന്ന പ്രസ്ഥാനങ്ങളിലേക്ക് ആളുകൾ ചെന്നുചേർന്നു. അപ്പോ ഇവിടെ എന്തുണ്ടായി? ഇപ്പൊ പല പ്രസ്ഥാനങ്ങളും, പുരോഗമനപരങ്ങളെന്ന് പറയുന്ന പല പ്രസ്ഥാനങ്ങളും വളർത്തിയെടുത്തത് ഇവിടുത്തെ ഹൈന്ദവരാണ്, ഹിന്ദുക്കളാണ് വളർത്തിയെടുത്തത്. അവർ നല്ല ബുദ്ധിശാലികളായിരുന്നത് കൊണ്ട് പ്രസ്ഥാനങ്ങൾ വളരെ പെട്ടെന്ന് ഇവിടെ വളരുകയും ചെയ്തു. അവർ വളർത്തിക്കൊണ്ടുവരേണ്ട പ്രസ്ഥാനത്തിൽ നിന്ന് അവർ തിരിഞ്ഞു പോയതോടുകൂടി എന്തായിത്തീർന്നു? ഇവിടെ ഇതിന് പ്രചാരം കുറഞ്ഞുപോയി. നശിച്ചിട്ടൊന്നുമില്ല, നശിക്കില്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ബലത്തിന്, ഗർഭസ്ഥ ശിശുവിന് എന്തുണ്ടാകണം? ബലമുണ്ടാകണം, ആരോഗ്യമുണ്ടാകണം. അതിനുവേണ്ടിയാണ് പുംസവനം നടത്തുന്നത്. രണ്ടാമത്തെ സംസ്കാരമാണ്. 16 എന്ന് പറഞ്ഞാൽ 16 സംസ്കാരങ്ങളല്ല, 18, 19 സംസ്കാരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിനെ എണ്ണുന്നത് 16 എണ്ണമാണ് നമ്മൾ എണ്ണുന്നത്. അപ്പൊ അവിടെ ആദാനം തനയസ്യ, ആദ്യമേ തന്നെ തനയനെ ആദാനം ചെയ്യുക, ശിശുവിനെ ആദാനം ചെയ്യുക. എവിടെ? മാതാവിന്റെ ഉദരത്തിൽ. അതുപോലും സംസ്കാരമാണ് നമുക്ക്. അതിന് പോലും നമ്മൾ എന്താവേണ്ടതുണ്ട്? മാനസികമായി നമ്മൾ സജ്ജരാകേണ്ടതുണ്ട്. മൃഗങ്ങൾക്ക് ശിശു ഉണ്ടാകുന്നത് പോലെയല്ല. നമ്മളിൽ എന്താണ്? നമ്മൾ വളരെ ആലോചിച്ചും ചിന്തിച്ചും നമ്മൾ പ്രാർത്ഥനകളിലൂടെ സജ്ജരായിട്ടാണ് എന്തുണ്ടാവുന്നത്? ഒരു ശിശു അമ്മയുടെ ഉദരത്തിലേക്ക് വരുന്നു. അങ്ങനെ അമ്മയുടെ ഉദരത്തിൽ വരുന്ന ആ ശിശുവിന് ബലം. അപ്പൊ ആദ്യത്തെ സംസ്കാരം എന്ന് പറയുന്നത് ഗർഭ ആദാനമാണ്. ആദാനം തനയസ്യ. അത് കഴിഞ്ഞിട്ട് പുംസവവിധി. അപ്പൊ തനയൻ എന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതും ആണല്ലേ എന്ന് ആളുകൾ ചിന്തിക്കും. അങ്ങനെയല്ല. എന്താണ് അവിടെ പറയുന്നത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ആ സ്ത്രീയും പുരുഷനും ഒന്നായിരിക്കും അർദ്ധനാരീശ്വര സങ്കല്പം. സ്ത്രീയും പുരുഷനും ചേർന്നതാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി എന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യത്തിന്, ഒരു കുടുംബത്തെ പോയി ക്ഷണിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? നമ്മളൊരു വിവാഹത്തിന് ക്ഷണിക്കുമ്പോൾ കുടുംബസമേതം വരണം കേട്ടോ. കുടുംബസമേതം വന്നാൽ എന്തായി? ആദരിക്കപ്പെട്ടു. നമുക്കത് വലിയ ആദരവാണ്. ഒരാൾ മാത്രം ഇങ്ങോട്ട് വരുമ്പോൾ അത് അത്ര എന്തില്ല, പരിഗണനയില്ല. അതെന്താന്ന് വെച്ചാൽ അത് പൂർണ്ണതയാണ് കാണിക്കുന്നത്. അർദ്ധനാരീശ്വര സങ്കല്പമാണ്. ഒരു വ്യക്തി തന്നെ പൂർണ്ണനാകുന്നത് തന്റെ
വാമാർദ്ധത്തിലൂടെയാണ്. വാമാർദ്ധം എന്ന് പറഞ്ഞാൽ ഇടതുവശത്തല്ല അല്ല അർത്ഥം. വാമം എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. മനോഹരം എന്നൊരർത്ഥമുണ്ട്, വിപരീതം എന്നൊരർത്ഥമുണ്ട്, ഇടത് എന്നൊരർത്ഥമുണ്ട്. അതിൽ മനോഹരം എന്ന അർത്ഥത്തിലാണ് വാമാർദ്ധം എന്ന് പത്നിയെ പറയുന്നത്, അല്ലെ? മനോഹരമായ ഭാഗം. വിദേശികൾ പറയുമ്പോൾ, ഇംഗ്ലീഷുകാർ പറയുമ്പോൾ ബെറ്റർ ഹാവ്, അവർ കൂടുതൽ നല്ലെന്നാണ് പറയുന്നത്. നമ്മൾ പറയുന്നത് കമനീയമായ ഭാഗം, മനോഹരമായ. അത് ശിവപുരാണമൊക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, അല്ലെ? പണ്ട് സ്ത്രീ ഉണ്ടായിരുന്നില്ല, അത്ര പുരുഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ സ്ത്രീ എങ്ങനെയാണ് എന്ന് ശ്രീ പരമേശ്വരൻ തന്നെയാണ് കാണിച്ചു കൊടുത്ത്. തന്റെ ഒരു വശം എന്താണ് അതിമനോഹരമായിട്ടുള്ള ഒരു ഭാഗമായി കാണിച്ചു കൊടുത്തു, വാമമായ മനോഹരമായ അർദ്ധമായി കാട്ടിക്കൊടുത്തു. അത് ഇടതായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് പിന്നീട് വാമശബ്ദത്തിന് ഇടത് എന്ന അർത്ഥം വന്നത്, അല്ലെങ്കിൽ മനോഹരം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഒരു പുരുഷന്റെ മനോഹരമായ ഭാഗമാണ് എന്തായിരിക്കുന്നത്? സ്ത്രീ ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഈ വാമമായ അർത്ഥം അതിനോട് കൂടി വരുമ്പോഴാണ് പൂർണ്ണത എന്ന് പഴയ കാലം തൊട്ടേ നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീക്ക് വോട്ടവകാശം വളരെ അടുത്ത കാലത്താണ് പല പുരോഗമനം പ്രാപിച്ചിട്ടുള്ള രാജ്യങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഭാരതത്തിന്റെ സംസ്കാരം അനുസരിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വൈദിക കാലത്ത് പോലും ഒരാൾ ചക്രവർത്തിയാകുന്നത് സ്ത്രീയുടെ കൂടി ഇംഗിതം അനുസരിച്ചിട്ടാണ്. അത് ഋഗ്വേദത്തിൽ പറയുന്ന കാര്യമാണ്. ഋഗ്വേദത്തിൽ പറയാൻ പുരൂരവസനോട് ഉർവശി പറഞ്ഞു കൊടുക്കുകയാണ്, പുരൂരവസേ, നീ ചക്രവർത്തിയായത് നിന്റെ മാത്രം കഴിവുകൊണ്ടല്ല. ഇവിടെ ആരുണ്ടായിരുന്നു? സമസ്മിൻ ജായമാന ആസതഗ്നാഹ ഉദയമവർദ്ധൻ നദ്യസ്വകൂർത്താഹ മഹേയത്വ പുരൂരവോ രണായ അവർദ്ധയൻ ദസ്യുഹത്യായ ദേവ. ഉർവശി പുരൂരവസനോട് പറയുന്ന, പുരൂരവസ രാജാവാണ്. ഉർവശി അദ്ദേഹത്തിന്റെ പത്നിയായ ഒരു അപ്സരസും. അങ്ങനെ അവർ തമ്മിൽ തിരിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. തിരിയേണ്ട സാഹചര്യം ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ, വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ പുരൂരവസനോട് ഉർവശി പറഞ്ഞിട്ടുണ്ടായത്, പുരൂരവസെ, ഞാൻ നിന്നെ നഗ്നനായിട്ട് നമ്മുടെ കൈയ്ക്ക് പുറത്ത് കണ്ടാൽ അപ്പോൾ ഞാൻ തിരിഞ്ഞു പോകും എന്ന് പറഞ്ഞില്ലായിരുന്നു. അവിടെ പുരൂരവസ അങ്ങനെ ഒരു വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഉർവശി പുരൂരവസനോട് പറഞ്ഞു, 2 ആടുകളെ വളർത്തണം എനിക്ക്, 2 ആടുകളെ വളർത്തണം. നമ്മുടെ ഇന്നത്തെ കാലം പോലെ തന്നെയാണ്. അപ്പോ 2 ആടുകളെ വളർത്താൻ പുരൂരവസ അനുവാദം കൊടുത്തു. അങ്ങനെ ഉർവശി ആടുകളെ വളർത്തുന്നു. പുരൂരവസ എവിടെ? സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഇതാണ് അവിടെ വേണ്ടത്. പക്ഷെ ഒരു ദിവസം ദേവന്മാർ ഉർവശിയുടെ ആടുകളെ തട്ടിക്കൊണ്ടുപോയി. ദേവന്മാർ ആടുകളെ തട്ടിക്കൊണ്ടുപോയപ്പോ ആടുകൾ കരഞ്ഞു. ആടുകൾ കരഞ്ഞപ്പോ പുരൂരവസ ശയ്യയിൽ നിന്ന് ചാടി ഇറങ്ങി ആടുകളെ രക്ഷിക്കാൻ. അപ്പോ അദ്ദേഹം നഗ്നനായിരുന്നു. നഗ്നനായി ശയ്യയ്ക്ക് പുറത്ത് കണ്ട ഉടനെ തന്നെ ഉർവശിയുടെ പാട്ടിന് പോയി. കാരണം എന്താ വെച്ചാൽ അതാണ് വ്യവസ്ഥ. പക്ഷെ ഇതിന്റെ ഉള്ളിലൊക്കെ ഒരു തത്വം അന്തർനിഹിതമായിട്ടുണ്ട്. അന്തർനിഹിതമായ തത്വം എന്താണ്? പുരൂരവസ്ഥ തന്റെ രാജസിംഹാസനത്തിലിരുന്ന് രാജ്യഭാരം നടത്തണം, പ്രജകളുടെ പരാതികൾ കേൾക്കണം, അവരുടെ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം വേണ്ട പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കണം. ഈ സമയത്ത് അദ്ദേഹം ഉർവശിയോടുള്ള സ്നേഹം നിമിത്തം ഉർവശിയോടൊപ്പം ശയ്യയിലായിരുന്നു. ഇതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു പോകുന്നതിന്റെ വളരെ ബൃഹത് വദേമ വിദധേ സുവീരാഹ. നമ്മുടെ മന്ത്രങ്ങളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ വളരെ സംക്ഷിപ്തമായിട്ടാണ്. പക്ഷെ അതിന്റെ ആന്തരാർത്ഥം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബൃഹത് വദേമ, നമ്മൾ ബൃഹത്തായിട്ട് മനസ്സിലാക്കണം, പറയുകയും ചെയ്യണം. അപ്പോഴാണ് നമുക്കത് മനസ്സിലാവുക, ഇതിന്റെ ആന്തരാർത്ഥം നമുക്ക് മനസ്സിലാവുക. പുരൂരവസ രാജസദസ്സിലിരിക്കേണ്ട സമയത്ത് അദ്ദേഹം എന്തായിരുന്നു? ഉർവശിയോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ ഉർവശിയോടൊപ്പം ശയ്യയിലായിരുന്നു. അതാണ് ഇതിന്റെ അർത്ഥം. അല്ലാതെ ആരെ രക്ഷിക്കാൻ പോയപ്പോ ഉർവശി പോയി എന്നുള്ളതല്ല. തന്നോടുള്ള പുരൂരവസ്ഥന്റെ ആ ആകർഷണം രാജ്യകാര്യങ്ങൾക്ക് വീഴ്ച വരുത്തുന്നു. അങ്ങനെ സാഹചര്യം ഉണ്ടായത് കൊണ്ടാണ് എന്തുണ്ടായത്? ഉർവശി ഉടനെ തന്നെ പോകുന്നത്. നമ്മൾ ഗംഗാദേവിയുടെയും പിന്നെ നമ്മുടെ ശന്തനുവിന്റെയും കഥയിലും ഇതേ ആശയമുണ്ട്. ഗംഗാദേവിയുടെയും ശന്തനുവിന്റെയും കഥയിൽ ഇതേ ആശയമുണ്ട്. ബൈബിളിൽ പറയുന്ന ആദത്തിന്റെയും
ഹവ്വയുടെയും കഥയിൽ ഇതേ ആശയമുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത്. അപ്പോ അവിടെ ഉർവശി പോയി. ഉർവശിയെ അന്വേഷിച്ചുകൊണ്ട് പുരൂരവസം ഇങ്ങനെ നടക്കും, കരഞ്ഞുകൊണ്ട് നടക്കാൻ. സീതാദേവി അപഹരിക്കപ്പെട്ടപ്പോ ശ്രീരാമചന്ദ്രൻ നിലവിളിച്ചുകൊണ്ട് തന്നെ നടന്നത് കാട്ടിൽ സീതയെ അന്വേഷിച്ചുകൊണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ പുരൂരവസ് നടക്കുന്നത്. പുരൂരവസ് പോയി എവിടെ എത്തി? അദ്ദേഹം പോയി മാനസരസിലെത്തി. മാനസരസിലെത്തിയപ്പോ അവിടെ ഉർവശിയെ കണ്ടു. ഉർവശിയോട് അതുവരെ കരഞ്ഞു നടന്ന ആളുടെ ആ സങ്കടമൊക്കെ മാറി രോഷം വല്ലാതെ ഇരച്ചു കയറി, ദേഷ്യം വന്നു വല്ലാതെ. നമ്മളും അങ്ങനെ തന്നെയല്ലേ? കുട്ടികളെ വീട്ടിൽ വരാൻ വൈകുന്നു, സ്കൂൾ വിട്ട് കാണുന്നില്ല കുട്ടികളെ. നമ്മൾ കുറെ നേരം ആളുകളോടൊക്കെ അന്വേഷിക്കും, ഇല്ലേ? ആളുകളോടൊക്കെ അന്വേഷിക്കും, എന്താ കുട്ടി വന്നില്ലല്ലോ ഇതുവരെ, അവിടെ വല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എവിടുന്നാ വല്ല മൂവാറ്റുപുഴന്നാ വല്ലതെന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിൽ വല്ല ഹർത്താലോ പ്രക്ഷോഭനോ വല്ലതും ഉണ്ടോ നമ്മൾ അന്വേഷിക്കുക. എന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോ കുറെ കഴിയുമ്പോ കുട്ടി എന്ത് ചെയ്യുന്നു? കുട്ടി പാട്ടൊക്കെ പാടി ഇങ്ങനെ നല്ല ആടി വരുന്നു. ഉടനെ തന്നെ അതുവരെ ഞാൻ സങ്കടമൊക്കെ മാറി ദേഷ്യം എപ്പോഴായിരുന്നു അല്ലേ? ദ്വേഷം. ഇത് തന്നെ പുരൂരവസം ഉണ്ടായത്. പുരൂരവസം പറഞ്ഞു, ക്രൂരയായ ഭാര്യ എന്താണ്? ഹയേ ജായേ മനസാ തിഷ്ഠ ഘോരേ വചാംസി മിശ്ര കൃണുവാവഹൈന്നു മനവു മന്ത്ര അനുദിതാസയേതേ മയസ്കരൻ പരതരേചനാഹൻ. അത് അവിടെ നിൽക്ക് ക്രൂരയായ ഭാര്യ എന്നാ. എന്തൊരു ക്രൂരയാണ് നീ! നിനക്ക് എങ്ങനെ എന്നെ വിട്ടുപോകാൻ കഴിഞ്ഞു? ഇത്രയും നാൾ വിട്ടു നിൽക്കാൻ എങ്ങനെ? അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? എനിക്ക് പറയാൻ ഉള്ളത് കേൾക്കാനുള്ള മനസ്സോടെ അവിടെ നിൽക്കാൻ വേണം. നന്നാവൂ. ഇതുവരെയും നാം ഒന്നിച്ച് താമസിച്ചിട്ടും എനിക്ക് പറയാനുള്ളത്, നിന്നോട് പറയാനുള്ളതെല്ലാം ഇതുവരെയും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, അല്ലെ? ഏതൊരാളും നമ്മളിൽ നിന്ന് വിട്ടുപിരിയുമ്പോ എന്താവുക? നമുക്ക് പലപ്പോഴും ജോലിക്കൊക്കെ ആയിട്ട് ആളുകളൊക്കെ പുറത്തു പോയിണ്ടാവും. ചിലപ്പോ ഭർത്താവ് പുറത്തായിരിക്കും, ഭാര്യ പുറത്തായിരിക്കും. അവര് വരുമ്പോ വരുമ്പോ അവരൊന്നിച്ച് കുറെ നാള് താമസിക്കും. 1 മാസം 2 മാസം ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് ആള് പോകാൻ നേരത്ത് നമുക്ക് എന്താ തോന്നാം? ഇതുവരെയും പറയാനുള്ളതൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ട്. അത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. സ്നേഹമുള്ള മനസ്സിനോട് സ്നേഹിക്കുന്ന മനസ്സിനോട് എത്രയൊക്കെ നമ്മൾ സംസാരിച്ചാലും നമുക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഒരു ദിവസം ഉർവശിയോട് പറയുന്നത്, ഞാൻ നിനക്ക് ഞാൻ പറഞ്ഞതൊന്നും, എന്നോട് പറയാത്തതൊന്നും പറഞ്ഞു കഴിഞ്ഞു. അപ്പോ അതുകൊണ്ട് പറയാനുള്ള ഈ കാര്യങ്ങൾ ഇനിയും നിന്നോട് പറഞ്ഞില്ലെങ്കിൽ ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തെ നിമിഷത്തിൽ പോലും സമാധാനം ഉണ്ടാവില്ലായിരിക്കും. അതുകൊണ്ട് ഇത് കേൾക്കാനുള്ള മനസ്സോടെ നീ അവിടെ നിൽക്കണം എന്നാണ് പുരൂരവസ് ഉർവശിയോട് പറഞ്ഞു. ഉർവശി പറഞ്ഞു, ഈ മേധാവായ കൃണുവാവഹൈന്നു. എന്തിനാണ് പുരൂരവസ് ഇനി ഞാൻ നിന്റെ വാക്കുകൾ കേൾക്കുന്നത്? ഞാൻ അതിക്രമിച്ചു പോയ, കഴിഞ്ഞു പോയ ഉഷസ്സുകൾ പോലെ ഞാൻ കടന്നുപോയിരിക്കുന്നു. ഉഷസ്സുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉഷസ്, ഇപ്പൊ ഇന്നത്തെ ഉഷസ് കഴിഞ്ഞുപോയി. ഒരാളുടെയും ജീവിതത്തിൽ ഇന്നത്തെ ഉഷസ് ഇനി ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഞാൻ കടന്നുപോയിരിക്കുന്നു. ഉഷസാം അഗ്രിയേവ, ഉഷസ്സുകൾ, കഴിഞ്ഞുപോയ ഉഷസ്സുകൾ പോലെ ഞാൻ കടന്നുപോയിരിക്കുന്നു. സമയം കഴിഞ്ഞാൽ ആ സമയം പിന്നെ ഒരാൾക്കും കിട്ടുന്നതല്ല. ഞാൻ എന്തുപോലെയാണ്? വാദം പോലെ. ഞാൻ വീശിപ്പോയ കാറ്റ് പോലെയാണ്, വായു പോലെയാണ്. വായു വീശിപ്പോയാൽ അതിനെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല.
ഉഷസ് കഴിഞ്ഞു പോയാൽ അതിനെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന സമയം എത്രയേറെ വിലപ്പെട്ടതാണ് എന്ന് ഉർവശി പറയുന്നതിൽ നിന്ന് സ്പഷ്ടമാവുന്നുണ്ട്. അപ്പൊ നിനക്ക് ഇനി എന്നെ പ്രാപിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? ഞാൻ ഇതുപോലെയാണ്, കഴിഞ്ഞുപോയ ഉഷസ് പോലെയാണ്, ഞാൻ വീശിപ്പോയ കാറ്റ് പോലെയാണ്. ഉർവശി തിരിച്ചു വരാൻ കൂട്ടാക്കിയില്ല. പുനരോസ് പറഞ്ഞു, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എനിക്ക് രാജസദസ്സിൽ ഇരുന്നിട്ട് പ്രയോജനമില്ല. അടക്കളത്തിൽ പോയാൽ എന്റെ അസ്ത്രങ്ങൾ ശത്രുവിന് നേരെ പ്രയോഗിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് നീ വന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഉർവശി പറഞ്ഞു, അത് സാധ്യമല്ല, ഇനി ഒരിക്കലും ഞാൻ അങ്ങയോടൊപ്പം വരില്ല. അപ്പൊ പുനരോസ് പറഞ്ഞു, എന്താണ് അതിനിടയ്ക്ക് പിന്നെ പുനരോസ് ഉർവശിയോട് പറയുന്നുണ്ട്, നിന്റെ ഉദരത്തിൽ ഞാൻ നിക്ഷേപിച്ച ഗർഭാഗ്നി അത് പൂർണ്ണ വളർച്ചയായി എപ്പോഴാണ് അതിന്റെ അച്ഛനെ അന്വേഷിച്ച് നിന്റെ ശുശ്രുവിന്റെയും ശുശരന്റെയും മുന്നിൽ വന്നിരിക്കുക. അതായത് ഉർവശി ആ സമയത്ത് ഗർഭിണിയാണ്. അതിന് ഗർഭാഗ്നി എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഗർഭാഗ്നി എന്ന് പറയുമ്പോൾ തന്റെ ഉള്ളിലുള്ള ഗർഭം അതിന് വളർച്ച പൂർത്തിയായിട്ട് അതിന്റെ അച്ഛനെ അന്വേഷിച്ച് കരഞ്ഞുകൊണ്ട് അത് വരും. എവിടെയാണ്? എന്റെ അടുത്തല്ല, എന്റെ അച്ഛന്റെയും അമ്മയുടെ അടുത്ത്. അതായത് നിന്റെ ശുശ്രുവിന്റെയും ശുശ്രന്റെയും അടുത്ത്, അമ്മാനിച്ചന്റെയും അമ്മായിമ്മയുടെയും അടുത്ത്. എന്താണ് അങ്ങനെ പറയുന്നത്? എന്നോടേതായിട്ട് പിണങ്ങിപ്പോയി, ഇനിയിപ്പോ എന്റെ അടുത്ത് വിടാൻ സാധ്യതയില്ല കുഞ്ഞിനെ. അപ്പൊ അവിടെ എപ്പോഴാണ് വരിക? അവിടെ ഉർവശി പറഞ്ഞു, ഒരു ദിവസം നീ പറഞ്ഞതുപോലെയല്ല, നീ എന്നിട്ട് ഹൃദയത്തിൽ നിക്ഷേപിച്ച ഗർഭാഗ്നി. ഹൃദയം കൊണ്ടാണ് അത്രേ ഗർഭത്തെ ധരിക്കുന്നത്, ഹൃദയം കൊണ്ടാണെന്നാണ് വേദം പറയുന്നത്. അല്ലാതെ എന്തുകൊണ്ടല്ല? ഉദരം എന്നല്ല അല്ലെ? ഉദരസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദരസ് എന്ന് പറഞ്ഞാൽ യൂട്രസ് എന്നാണ് അർത്ഥം അല്ലെ? ഇംഗ്ലീഷിൽ എഴുതി നോക്കിയാൽ മതി, UTERAS, ഉദരം എന്നിട്ട് വരിക അല്ലെ? ഉദരം. പക്ഷെ അതിനെ വഹിക്കുന്നത് ഹൃദയം കൊണ്ടാണെന്നാണ്. പെൺകുട്ടികളെ ഓർക്കേണ്ട ഒരു കാര്യമാണത്. ഗർഭത്തെ വഹിക്കുന്നത് എന്തുകൊണ്ടല്ല? ഉദരം കൊണ്ടല്ല. അത് എന്റെ ആ ശിശു അതിന്റെ അച്ഛനെ അന്വേഷിച്ചുകൊണ്ട് അങ്ങയുടെ മുന്നിൽ തന്നെ വന്നു നിൽക്കും. അതുകൊണ്ട് അങ്ങ് തിരിച്ചു പോവുക, അങ്ങയുടെ രാജ്യഭരണം അങ്ങ് ശരിയായി നടത്തുക. ഇപ്പോൾ അങ്ങ് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഈ യജ്ഞം നമ്മുടെ മകനെ ഏൽപ്പിക്കാറാകുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതെവിടെയാണ്? സ്വർഗത്തെ വെച്ച് നമുക്ക് വീണ്ടും കാണാം എന്ന് പുരൂരവസനോട് ഉർവശി പറയുന്നത്. ഇതിൽ ഓരോ പദവും, വേദത്തിൽ പ്രയോഗിക്കുന്ന ഓരോ പദവും നമുക്ക് ഓരോ മണിക്കൂർ എടുത്ത് വിശദീകരിക്കേണ്ടതുണ്ട്. കാരണം എന്താണ്? അങ്ങ് അനുഷ്ഠിക്കുന്ന യജ്ഞം എന്നാണ്. യജ്ഞ സംസ്കാരമാണ് നമ്മളുടെ.
നാം ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ യജ്ഞമാണ്. അത് ബ്രാഹ്മണന്റെ ആണെങ്കിലും ആരുടേതാണെങ്കിലും, പഠിപ്പിക്കുന്ന ആളാണെങ്കിലും, വേറെ എന്ത് കൃഷി ചെയ്യുന്നവനാണെങ്കിലും, എന്ത് പ്രവൃത്തി ചെയ്യുന്ന ആളും നമ്മുടെ രാജ്യത്തിന്റെ മൊത്തമായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടിയുള്ള യജ്ഞത്തിൽ ഓരോരുത്തരും അവനവന്റെ കർമ്മം അനുഷ്ഠിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ യജ്ഞം എപ്പോഴാണോ നമ്മുടെ മകനെ ഏൽപ്പിക്കാൻ കഴിയുക, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ് സൂചന? കൃത്യമായിട്ടും അങ്ങേക്ക് അങ്ങയുടെ യജ്ഞാനുഷ്ഠാനത്തിൽ വിഘ്നം വന്നത് കൊണ്ടാണ് ഞാൻ അങ്ങയെ ഉപേക്ഷിച്ചു പോയത്. എന്റെ സാന്നിധ്യം അങ്ങേക്ക് ധർമാനുഷ്ഠാനത്തിന് വിഘാതമാകുന്നുവെങ്കിൽ ഞാൻ തന്നെ പോയേക്കാം. ഇതാ രാമായണത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സീതാദേവിയുടെ സാന്നിധ്യം ശ്രീരാമചന്ദ്രന്റെ യജ്ഞാനുഷ്ഠാനത്തിൽ പ്രജകൾക്ക് ഇംഗിതമല്ലാതെ വരുന്നുവെങ്കിൽ, അഭീഷ്ടമല്ലാതെ വരുന്നുവെങ്കിൽ എന്തായിത്തീരുന്നു? സീതാദേവി അവിടെ ഉപേക്ഷിക്കുന്നു. ഇത് നമുക്ക് ഈ ഒരു വൈദികമായ ആശയം ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും. അതിലേക്ക് ഈ ആശയത്തെയാണ് വേദവ്യാസൻ ജനങ്ങളിലേക്ക് എത്തിച്ചത്. ഇതിന്റെ വ്യാസമാണ് വേദവ്യാസൻ വർദ്ധിപ്പിച്ചത്. വേദത്തിൽ മാത്രമായിരിക്കുമ്പോ അതിന്റെ വ്യാസം വളരെ ചെറിയ വ്യാസം, വളരെ ചെറുതാണ്. വളരെ വ്യാസം ചെറുതാണെന്നുണ്ടെങ്കിൽ ആ വൃത്തം എത്രയുണ്ടാവും? ആ വ്യാസത്തിനനുസരിച്ച വൃത്തമേ ഉണ്ടാവുള്ളൂ. അവിടെ മാത്രമേ വൈദിക സംസ്കാരം എത്തിയുള്ളൂ. വേദം പഠിക്കുന്ന ആളുകൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതേ പറ്റുകയും ഉള്ളൂ. ഇന്നും അങ്ങനെയാണ്. വേദം പഠിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ചാന്തോക്യോപനിഷത്തിൽ പറയുന്നുണ്ട്, ശ്വേതകേതു 12 കൊല്ലം വേദം പഠിച്ചത്. 12 വയസ്സിലൊക്കെ പോയിട്ട് 24 വയസ്സിലാണ് ശ്വേതകേതു തിരിച്ചു വരുന്നത്. അപ്പോഴും എന്തായുള്ളൂ? വേദത്തിന്റെ സംഹിത പഠിച്ചതേ ഉള്ളൂ. അതിന്റെ ആന്തരാർത്ഥങ്ങൾ ശ്വേതകേതുവിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അച്ഛൻ വീണ്ടും, അല്ലെ, ഉദ്ദാലകനാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ. ഉദ്ദാലകൻ വീണ്ടും എന്ത് ചെയ്യുന്നത്? ശ്വേതകേതുവിനെ ആശയങ്ങൾ, വൈദികങ്ങളായ ആശയങ്ങൾ ഉപദേശിക്കുന്നു. അത്ര പെട്ടെന്ന് പഠിക്കാവുന്ന ഒന്നല്ല. കാരണം ഒരക്ഷരം തന്നെ, ഒരു ആ എന്നുള്ളത് തന്നെ 18 പ്രകാരത്തിൽ ഉച്ചരിക്കണമെങ്കിൽ അതിന്റെ ക്ലേശം ഒന്ന് ആലോചിച്ച് നോക്കാം. ആ, ഈ, ഉ, ഋ, ല് ഇത്രയും വർണ്ണങ്ങളല്ലേ. ഈ വർണ്ണങ്ങൾ എന്ത് ചെയ്യണം? അതിൽ ഋകാരം മാത്രം 12 ഉള്ളൂ, ബാക്കിയൊക്കെ 18. ആ, ഈ, ഉ, ഋകാരം. ഋകാരം വേണ്ടാന്ന് പറഞ്ഞാണെന്ന് പല പണ്ഡിതന്മാരും നടക്കുന്നത്. പണ്ഡിതന്മാരെന്ന് വിചാരിക്കുന്ന ആളുകൾ നടക്കുന്നത്. ഋകാരം വേണ്ടാത്രേ. ഋഷി എന്ന് എഴുതണമെങ്കിൽ ഋ എന്ന് എഴുതിയാൽ മതി, ഋഷി എന്ന് എഴുതിയാൽ മതി. എന്താണ് ഇവർക്കൊക്കെ പറ്റുന്നതെന്ന് അറിഞ്ഞുകൂടാ കൃത്യമായിട്ട്. അപ്പോ കൃഷ്ണഗാഥ എന്ന് പറഞ്ഞാൽ കൃഷ്ണ എന്ന് വരെ ഒറ്റ സിലബിളായിട്ട് എടുക്കേണ്ടി വരും. ഇടയ്ക്ക് എന്ത് വേണം? സ്വരമുണ്ടെങ്കിലാണ് അതൊരു സിലബിളായിട്ട് വരണോ. അപ്പൊ ഋകാരം എന്താണ്? അത് സ്വരമല്ലാതെ മാറുന്നുള്ളിട്ട് കൃഷ്ണ എന്നുള്ളത് വരെ ഒരു ഒറ്റ സിലബിളായിട്ട് വരും. എന്തുമാത്രം അപകടമാണ് അവർ പറഞ്ഞു നടക്കുന്നത്. അതിരിക്കട്ടെ. അപ്പോ ഈ വിധത്തിൽ നമുക്ക് എന്താണ്? നമ്മുടെ ഈ സംസ്കാരം വൈദിക സംസ്കാരമാണ്. നമ്മുടെ വൈദികം വേദസംബന്ധമായിട്ടുള്ളതാണ് വൈദികം. വൈദികമായതോടെ ഒരക്ഷരം ഉച്ചരിക്കാൻ 18 പ്രകാരത്തിൽ ഉച്ചരിക്കുക. ആ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അക്ഷരമാല പഠിക്കുമ്പോൾ ആ, ഈ എന്നാണ്. സംസ്കൃതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പാണി പറഞ്ഞിരിക്കുന്നു ആ, ഈ, ഓ, ലുക്ക്, ഏ, ഓങ്, അയ്യച്ച്. ആ മുതൽ ചേ വരെ അച്ച്. അതാണ് അച്ചുകൾ എന്ന് പറയുന്നത്. സ്വരാക്ഷരങ്ങളെ അച്ചുകൾ എന്ന് പറയുന്നത്. പാണിനി കൊണ്ടുവന്ന ആ ഒരു വിഭജനമാണ് അച്ച് എന്ന് പറയുന്നത്. ആ, ഈ, ഉ, ഋ, ഏ, ഓ, ഐ, ഔച്ച്, അയ്യൗച്ച്. അങ്ങനെയാണ് അച്ചടിയും പിന്നെ എന്താണ് അച്ചുമുത്തലും ഒക്കെ ഈ വ്യാകരണത്തിൽ നിന്നാണ് ഉണ്ടായത്. അയ്യൗച്ച് വരെയുള്ളത്. അപ്പൊ അതിലെ ഈ അകാരത്തെ തന്നെ 18 പ്രകാരത്തിലാണ്. ഹ്രസ്വം, ദീർഘം, പ്ലുതം. അതിനെ തന്നെ ഉദാത്തം, അനുദാത്തം, സ്വരിതം. അങ്ങനെ 9. അതിന് വീണ്ടും അനുനാസികം, അനുനാസികം എന്ന് 18 പ്രകാരത്തിലാണ് ഉച്ചാരണം. അതുകൊണ്ടാണ് ഈ വേദം എല്ലാവരും പഠിക്കണ്ട എന്ന് പറയുന്നത്. അതിന് സൗകര്യമുള്ള ആളുകൾ പഠിച്ചാൽ മതി. അപ്പൊ വേദത്തിൽ പറയുന്ന കാര്യങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തണം. അതിനെന്താണ് മാർഗം? അതിന് വേദത്തിന്റെ വ്യാസം കൂട്ടണം. വേദം കുറച്ചു പേര് മാത്രം പഠിക്കുമ്പോ അതിന്റെ വ്യാസം അവിടെ മാത്രമേ എത്തുന്നുള്ളൂ.
അത്രയും എത്തിക്കഴിഞ്ഞാൽ 2 അടി വ്യാസം എന്ന് വിചാരിക്കാം. ഒരു വൃത്തത്തിന് 2 അടി വ്യാസം. അപ്പൊ എത്ര ഉണ്ടാവും? അതിനനുസരിച്ച് ഒരു വൃത്തമേ ആവുള്ളൂ അത്. ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? അതിന്റെ വ്യാസം വർദ്ധിപ്പിക്കണം. വ്യാസത്തെ വർദ്ധിപ്പിക്കുകയാണ് വേദവ്യാസം ചെയ്തത്. എന്തല്ല, ശരിക്കും ഋക്ക്, യജുസ്, സാമം, അധർമ്മം എന്ന് തിരിച്ചുകൊണ്ട് പൈലൻ മുതലായ ആചാര്യന്മാരെ, അല്ലേ, പൈലൻ, വൈശമ്പായനൻ, ജൈമിനി, അങ്ങനെ ആചാര്യന്മാരെ പറഞ്ഞിട്ടുണ്ട്. സുമന്തു 4 ആചാര്യന്മാരെയാണ് പഠിപ്പിച്ചത്. പൈലൻ, വൈശമ്പായനൻ, സുമന്തു, ജൈമിനി 4 ആചാര്യന്മാരെ, ഋക്ക്, യജുസ്, സാമം, അധർമ്മം. ഇങ്ങനെ 4 ആചാര്യന്മാരെ പഠിപ്പിക്കുക എന്നുള്ള കർമ്മമല്ല അദ്ദേഹം ചെയ്യുന്നത്. ഈ 4 ആചാര്യന്മാരെ പഠിച്ചാലും വേദം എന്താവുന്നില്ല, സാധാരണ ജനങ്ങളിലേക്ക് എത്തില്ല. അപ്പൊ വൈദികമായ ആശയം ഇതിഹാസങ്ങളിലൂടെയും പുരാണങ്ങളിലൂടെയും അതിനെന്ത് ചെയ്തു? അതിനെ കൂടുതൽ ബൃഹത്തായിട്ട് പറഞ്ഞു. അപ്പോഴാണ് എന്തായിത്തീർന്നത്? അതിന്റെ വ്യാസം വലുതായി. നമ്മളിപ്പോ ഋഗ്വേദത്തിലെ ഉർവശിയുടെ കാര്യം പറഞ്ഞിട്ടാണ് വന്നത്. ഉർവശിയുടെ കാര്യം വന്നപ്പോഴാണ് നമ്മൾ എവിടേക്ക് എത്തിയത്? രാമായണത്തിലേക്ക് എത്തിയത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മൾ എവിടേക്ക് എത്തും? നമ്മൾ മഹാഭാരതത്തിലേക്കും എത്തും. അതിനെയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മള് ഓരോ പുരാണത്തിലും എത്തും. അപ്പൊ ഇതിലൂടെയെല്ലാം ഈ ആശയം വലുതാക്കി കൊണ്ടുവന്നപ്പോ ഈ 4 വേദത്തിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന വ്യാസത്തെക്കാൾ വളരെ കൂടിയ വ്യാസം അതിന് വന്നു. ആ വ്യാസം എത്തിയപ്പോൾ എന്തായി തീർന്നു? അത് ലോകത്തിൽ എല്ലായിടത്തും ഈ ആശയങ്ങൾ എത്തി. ലോകത്തിൽ എല്ലായിടത്തും എത്തി എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ മാത്രമാണെന്നൊന്നും ആരും വിചാരിക്കണ്ട. ഭാരതത്തിൽ മാത്രമൊന്നല്ല, ഭാരതത്തിൽ മാത്രമൊന്നല്ല, ഇത് പലയിടത്തും, അല്ലേ, പല പല രാജ്യങ്ങളിലേക്കും വേദത്തിന് നമ്മുടെ ഇവിടെ ചൊല്ലുന്നത് പോലെ തന്നെ വേദം വേറെ വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും എത്തുന്നുണ്ട്. ഒരിക്കൽ തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിൽ അവിടെ ഈ പരീക്ഷത്ത് മെമ്മോറിയൽ ലെക്ചറിനുണ്ട് ഒരു പ്രഭാഷണ പരമ്പര. അതിനെ ചെന്നപ്പോ അവിടെ ജോർജ് കർഡോണ എന്ന് പറഞ്ഞിട്ടൊരു വിദേശിയാണ് പ്രധാനമായിട്ടുള്ള പ്രഭാഷണം നടത്തുന്നത്, ഒരു വിദേശിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ തനി ഇംഗ്ലീഷിന്റെ ആ രീതിയിലുള്ള ഒരു ഉച്ചാരണത്തിലുള്ള പ്രഭാഷണം കേൾക്കാമോ. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല. അദ്ദേഹം നമ്മുടെ ഇവിടുത്തെ ആളുകൾ ഉച്ചരിക്കുന്നത് പോലെയാണ് സംസ്കൃതം ഉച്ചരിച്ചത്. ഇതിവിടെയുള്ള നമ്മുടെ ബ്രാഹ്മണരും മറ്റും ചൊല്ലുന്നത് പോലെ അതേപോലെയാണ് അദ്ദേഹം വേദമന്ത്രങ്ങളെ ചൊല്ലിയത്. അപ്പൊ വിദേശിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സ്ഥലം എവിടെ? കാനഡയോ ജർമ്മനിയോ മറ്റുമാണ്, ജർമ്മനോ എന്തോ. അപ്പൊ ഇതേപോലെ അദ്ദേഹം ചൊല്ലുന്നു. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഇവിടെ പഠിക്കുന്ന പോലെ തന്നെ ഇത് ചൊല്ലാൻ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ലോകം മുഴുവൻ ഇത് എത്തുകയുണ്ടായി. ഏറ്റവും അടിയിൽ ഗ്രാസ് റൂട്ട് ലെവൽ വരെ എത്തി. നമ്മുടെ ഗംഗാ നദി പാതാളത്തിലേക്ക് പോയത് വരെ, പാതാളം വരെ ചെന്നതുപോലെ. ഗംഗ എവിടെയാണ്? സ്വർണ്ണനദിയാണ്, സ്വർഗത്തിലെ നദിയാണ്. ആ സ്വർഗത്തിലെ നദിയാണ് നേരെ ആദ്യം തന്നെ ശ്രീ പരമേശ്വരന്റെ ശിരസിലേക്ക് വീണു. ശ്രീ പരമേശ്വരന്റെ ജടയിൽ നിന്ന് വീണ്ടും അതൊഴുകി ജന്മ മഹർഷിയുടെ ആശ്രമത്തിലേക്ക്. ജന്മ മഹർഷി പാനം ചെയ്തു, അല്ലെ? ഭഗീരഥൻ വീണ്ടും അഭ്യർത്ഥിച്ചതനുസരിച്ചിട്ട് കർണത്തിലൂടെ അതിനെ പുറത്തേക്ക് വിട്ടുകൊടുത്തു. എന്നിട്ട് അതെന്ത് ചെയ്തു? 7 കൈവഴിയായിട്ട് ഒഴുകിയത്, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകി, അല്ലെ? സീത, സുചക്ഷു, സിന്ധു 3 നദികള്, 3 കൈവഴികൾ പടിഞ്ഞാറോട്ട് ഒഴുകി. പ്രാതിനി, പാവനി, നളിനി 3 കൈവഴികൾ കിഴക്കോട്ടൊഴുകി. അങ്ങനെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമായി 6 കൈവഴികൾ ഒഴുകി. അവസാനം അളകനന്ദ എന്ന് പറയുന്ന ഒരു കൈവഴി ഭഗീരഥൻ പറഞ്ഞതനുസരിച്ച് പാതാളത്തോളവും എത്തി. ഇതിലൊക്കെ എന്തെല്ലാം ആശയമാണെന്ന് പറഞ്ഞാൽ അത് തീർന്നു. വലിയ ഇക്കോളജിയും കൂടെ അതിന്റെ, അല്ലെ? 7 കൈവഴികളായി ഒഴുകിയപ്പോൾ അതെന്തായി തീർന്നു? അത് പാതാളത്തോളവും എത്തി. ഇതിനുള്ള വലിയ ഇക്കോളജി, അല്ലെ? ഇന്നെന്താണ് പറയുന്നത്? മഴ പെയ്യുമ്പോൾ 15% വെള്ളം ഭൂമിയിൽ താഴണം. അപ്പൊ എന്താവും? അപ്പൊ നമുക്കിവിടെ ജീവിക്കാൻ പാകത്തിന് സുലഭത ഉണ്ടാവും, വെള്ളത്തിന്റെ സൗലഭ്യം ഉണ്ടാകും. അപ്പൊ 7 കൈവഴി ഭൂമിയിലേക്ക് താഴും. ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാര് പറയണ്ട 15% വെള്ളം ഭൂമിയിലേക്ക് താഴണം എന്ന്. അതന്നെ കൃത്യമായിട്ട് പറയുന്നത്, അല്ലെ? 7-1 എന്ന് പറയുമ്പോ എത്ര ശതമാനം? 14,798, 15,700, അല്ലെ?
15% ഭൂമിയിലേക്ക് താഴ്ന്നു എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. പാതാളത്തോളം എത്തിയെന്നില്ല. അപ്പൊ സ്വർഗീയമായിരുന്നത് എവിടെ എത്തി? പാതാളത്തോളവും എത്തി. ഇതുപോലെ തന്നെയാണ് വേദവും എന്ന വൈദികമായ ജ്ഞാനം, സ്വർഗീയമായ അറിവ്. അത് ഗംഗ ശിവന്റെ ശരീരത്തിലേക്ക് വീണതുപോലെ ഉഗ്രപ്രഭാവന്മാരായ ശ്രീ പരമേശ്വരനെ പോലെയുള്ള ഉഗ്രമായ പ്രഭാവമുള്ളവരായ മഹർഷിമാരുടെ ധിഷണയിലാണ് അത് ഉദയം കൊണ്ടത്. ഗംഗ ശിവന്റെ ശിരസിലേക്ക് വന്നതുപോലെ അവിടെ നിന്ന് അതെന്ത് ചെയ്തു? ഗംഗ എന്താണ് ചെയ്തത്? ജഹ്നു മഹർഷിയുടെ ആശ്രമത്തിൽ പോയി അദ്ദേഹം അത് പാനം ചെയ്തു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പോലുള്ള ഉഗ്രപ്രഭാവന്മാരല്ലാത്ത മഹർഷിമാർക്കും അത് എത്തി എന്നാണ് അതിന്റെ അർത്ഥം. രണ്ടാമതൊരു കൂട്ടം ആളുകളിൽ എത്തി. വേദത്തിൽ നിന്ന് എവിടേക്ക് എത്തുന്നു? അത് ബ്രഹ്മസൂത്രങ്ങളിലേക്ക് എത്തുന്നു. രണ്ടാമത്തെ ഒരു ഘട്ടമാണ് ഈ പറയുന്നത്. അവിടെ നിന്ന് പിന്നെ എന്തിലേക്കാണ് വരുന്നത്? ഈ ജ്ഞാനമാണ് എന്താവുന്നത്? ഗീതയിലൂടെ വരുന്നത് അല്ലെ? ജന്മമാഷി ചെവിയിലൂടെയാണ് ഇത് പുറത്തേക്ക് വിട്ടുകൊടുത്തു എന്ന് പറയുന്നത്. ഗീത എന്താണ്? കേൾക്കേണ്ടതാണ്, ഗീതമാണ്, ചെവിയിലൂടെ ആസ്വദിക്കേണ്ടതാണ്. അത് എന്തായി? ഭഗവത്ഗീതയിലൂടെ വന്നപ്പോ ആ ജ്ഞാനം ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകളിൽ വരെ എത്തി. അതായത് ഗ്രാസ് റൂട്ട് ലെവലിൽ അത് എത്തി എന്നാണ് എന്റെ അർത്ഥം. ഒരൊറ്റ കാര്യം പറയുമ്പോ അതെന്താണ്? അത് നാനാമുഖമായിട്ടുള്ള ആശയങ്ങളെയാണ് പറയുന്നത്. ഇതാണ് വേദത്തിന്റെ സവിശേഷത. അതിന് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആര് ചെയ്ത്? വ്യാസൻ ചെയ്തു. വേദത്തിൽ പറയുന്ന ആശയങ്ങൾ ഭഗവത്ഗീതയിലൂടെയും എത്തിയപ്പോൾ ഗംഗാനദി പാതാളത്തോളം ചെന്നതുപോലെ ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകളിലേക്ക് വരെ ജ്ഞാനം അപ്പോഴാണ് വേദത്തിന്റെ വ്യാസം വർദ്ധിച്ചത്. അപ്പൊ വേദവ്യാസൻ ആരല്ല? വേദങ്ങളെ പകുത്തവനല്ല വാസ്തവത്തിൽ. പിന്നെ ആരാണ്? ഇതിഹാസങ്ങളിലൂടെയും പുരാണങ്ങളിലൂടെയും വൈദികമായ ആശയത്തിന് വ്യാസം വർദ്ധിപ്പിച്ചവനാണ്. ഇതാണ് വ്യാസൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം. അല്ലെ, ഇതിൽ കണക്ക് പഠിച്ചിട്ടുള്ളവർ ധാരാളം പേരുണ്ടാവും. വ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാസം, വൃത്തത്തിന്റെ വ്യാസം നമുക്കറിയാം അല്ലെ? വൃത്തം എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു എന്താണ്? സർക്കിൾ ആകൃതിയിലുള്ള ബിന്ദുക്കളാണ് എല്ലാം അല്ലെ? എല്ലാം ബിന്ദുക്കളാണ്. അതിൽ ഒരു ബിന്ദുവിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ബിന്ദുവിലേക്കുള്ള അകലമാണ് വ്യാസം അല്ലെ? അത് മിക്കവാറും എവിടെയാവും? മിക്കവാറും അല്ല, അത് എന്താണ്? ഇൻവേരിയബിളി അത് നേരെ എതിരിലാണ്. അപ്പോഴാണ് വ്യാസം. ആ വ്യാസം വർദ്ധിച്ചപ്പോൾ വൃത്തം വളരെ വലുതായി. അതായത് വൈദികമായ ജ്ഞാനം സർവ്വജനങ്ങളിലേക്കും എത്തിച്ച മഹാനുഭാവനെയാണ് വ്യാസൻ എന്ന് പറയുന്നത്. അത് വൈദികമായ ആശയമാണ് എന്നതുകൊണ്ടാണ് വേദവ്യാസൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ആശയമാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. ഒരു ദിവസം അവിടെ നിൽക്കുകയാണ് ഇപ്പൊ നമ്മളെ കാത്തിട്ട്. ഒരു ദിവസം ഉർവശി അത് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും വ്യാസത്തിന്റെ കാര്യത്തിലേക്ക് നമ്മൾ കടന്നു വന്നത്. അപ്പൊ ഉർവശിയോട് ഒരു ദിവസം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം പറഞ്ഞു, നീ പോയിട്ട് നിന്റെ ജോലി ചെയ്യുക, യജ്ഞമാണത്. ഏത് പ്രവൃത്തിയും എന്താണ്? യജ്ഞമാണ്. ആ യജ്ഞത്തിന് ഒരു കോട്ടവും ഉണ്ടാകാൻ പാടില്ല. അതിന് കോട്ടം വരുന്നത് ആരാണെങ്കിൽ അയാൾ അവിടെ നിന്ന് മാറിയാലേ പറ്റും. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെയൊക്കെ കാണുന്നത്. രാമായണത്തിലാണെങ്കിൽ സീതാപരിത്യാഗത്തിലൂടെ നാം കാണുന്നത് അതാണ്. സീതയെ അപകടകരമായിട്ടുള്ള സ്ഥലത്തല്ല വിട്ടത്, കാട്ടിലാണ് വിട്ടത് എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ കാടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എങ്ങനെയുള്ള കാടാണ്? കാടിനെ പറ്റിയും വേദം പറയുന്നുണ്ട്. എവിടെയാണ്? അപ്പം വേദത്തിലെ ഇക്കോളജി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പറഞ്ഞ ഒരു ദിവസം മുഴുവൻ പറഞ്ഞാൽ തീരില്ല. വേദത്തിലെ ഇക്കോളജി എന്ന് പറയുന്നത് അത് തന്നെ വീണ്ടും വേദം ഇക്കോളജി തന്നെയാണ് പറയുന്നത്. വേദത്തിൽ വനദേവത അരണ്യാനി എന്ന പേരുള്ള ഒരു വനദേവതയുണ്ട്. സംസ്കൃതം പഠിച്ചുള്ളവരിലുണ്ടെങ്കിൽ അരണ്യാനി എന്ന് പറയുമ്പോൾ മഹാരണ്യം അരണ്യാനി എന്ന് ഓർക്കും. അരണ്യാനി എന്ന് പറഞ്ഞാൽ മഹാ അരണ്യമാണ്, വലിയ അരണ്യം ആണ് അരണ്യാനി എന്ന് പറയുന്നത്. അപ്പൊ ഘോരമായ വനം എന്നാണ് അർത്ഥം.
പക്ഷെ ഇവിടെ പറയുന്ന ദേവത അരണ്യാനി എന്നല്ല, അരണ്യാനി ഒരു വിസർഗം കൂടി. ആ അരണ്യാനിയുടെ അപ്പൊ ആരാണത്? അത് വനത്തിന്റെ ദേവതയാണ്, അല്ലാതെ ഘോരവനം അല്ല. അരണ്യാനോട് ചോദിക്കാണ്, അരണ്യാന്യരണ്യാന് യാ പ്രേമ നശ്യസി കഥാ ഗ്രാമം ന പൃച്ഛതി നത്വാ വീരിവ വിന്ദതി. ഇതിനാണ് അത്രയും നീട്ടിയത്. വിന്ദതി എന്നുള്ളത് പാടാനും ഞാൻ പാടിയ നിങ്ങൾ ആരോട് ഇരിക്കില്ല. പിന്നെ ഇതിനാണ് അത്രയും നീട്ടിയത്? പ്ലുതമാണ് വിന്ദതി എന്നുള്ളത്, പ്ലുതമാണ്. വിന്ദതി വിന്ദതി എന്നല്ല, വിന്ദതി എന്ന് ദീർഘവുമല്ല, വിന്ദതി എന്ന് പ്ലുതമായിട്ടാണ് പോകുന്നത്. പാടാൻ കഴിവുള്ള കുട്ടികൾ പാടിയാൽ അത് ഏതാണ്ട് കാട്ടിൽ ചെന്നാലും ഉണ്ടാവുന്ന ആ ഒരു കീ എന്നുള്ള ശബ്ദമില്ലേ, ആ ശബ്ദം പോലെ ഇരിക്കും. അപ്പൊ അരണ്യാനി എടുത്ത് ചോദിക്കാണ്, അരണ്യാനി അല്ലയോ അരണ്യാനി, അല്ലയോ അരണ്യാനി, നീ എന്താണ് ഇവിടെ? യാ പ്രേമനശ്യത്തി, നീ ഇവിടെ വളരെ പ്രലീനയായിട്ട് ആർക്കും കാണാൻ പറ്റാത്ത വിധത്തിൽ നീ ഈ കാട്ടിലിരിക്കുന്നുണ്ടല്ലോ. നിനക്ക് കുതോ ഗ്രാമം ന പൃച്ഛസി, നീ എന്തിനാണ് ഈ കാട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത്? കുതോ ഗ്രാമം ന പൃച്ഛസി, നിനക്ക് ഒരു ഗ്രാമത്തിലേക്ക് ഒരു ട്രാൻസ്ഫർ ചോദിച്ചൂടെ? ഗ്രാമം ന പൃച്ഛതി, എന്തുകൊണ്ടാണ് ഗ്രാമത്തെ ചോദിക്കാത്തത്? നത്വാ ഭീരിവ വിന്ദതി, ഈ കാട്ടിൽ ഇങ്ങനെ ഈ കീ എന്നുള്ള ശബ്ദമൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ നിനക്ക് പേടിയാവുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. നത്വാ ഭീരിവ വിന്ദതി. അതിന് അരണ്യാനി പറയുന്ന മറുപടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തിനാണ് അരണ്യാനി ഇവിടെ വസിക്കുന്നത് എന്നാണ്. എന്താണ്? വൃഷാരവായ വദതേ യദുപാവതി ചിച്ചികഃ അഗാഢിഭിരിവധാവയൻ അരണ്യാനിർമഹീയതേ. ഇവിടെ ഈ കാട്ടിൽ എന്താണ് വനദേവതയ്ക്ക് പറയാനുള്ള മറുപടി എന്താണ്? വൃഷാരവായ വദതേ, ഈ മഴ പെയ്യിക്കുവാൻ പാകത്തിന് രൂക്ഷമായ സ്വരത്തിൽ ഒരു ജീവി ഇവിടെ കിടന്ന് കരയുന്നു. പേടിച്ചിട്ട്, ഈ കാട്ടിൽ പേടിച്ചിട്ട് ഒരു ജീവി ഇങ്ങനെ കരയുന്നു. എത്രമാത്രം ഭയങ്കരമായിട്ടാണ് ആ ശബ്ദം പുറപ്പെടുവിക്കുന്നത്. പേടികൊണ്ടാവുമ്പോ എന്താണ്? വൃഷാരവായ വന്നത്, വർഷണത്തിന് മഴ പെയ്യിക്കുവാൻ പാകത്തിന് രൂക്ഷമായ സ്വരത്തിൽ ഒരു ജീവി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കരയുമ്പോൾ അഘാടിഭിരിവധാവയൻ, ഈ ജീവിയുടെ ശബ്ദം കേട്ടിട്ട് മറ്റൊരു ജീവി, വേറെ ഒരു ജീവി ഇതിന്റെ തന്നെ സ്വരം മധുരമായി ആലപിച്ചുകൊണ്ട്, ഈ ജീവി കരയുന്നത് ഘോരമായ ഈ സ്വരം കേൾക്കുമ്പോൾ വേറെ ഒരു ജീവി ഇതിന്റെ സ്വരം മധുരമായി അനുകരിച്ചുകൊണ്ട്, എങ്ങനെ മധുരമായിട്ട് അനുകരിച്ചുകൊണ്ട്? അഘാടിഭിരിവധാവയൻ, കാണ്ടുവീണ. ഘാടി എന്ന് പറഞ്ഞാല് കാണ്ടുവീണയാണ്. കാണ്ടുവീണയിൽ സപ്തസ്വരങ്ങൾ ആലപിക്കുന്ന ഗായകനെ പോലെ ഇതിന്റെ സ്വരം മധുരമായി ആലപിച്ചുകൊണ്ട് ഒരു ജീവി ഇതിന്റെ ഉപാവതി സമീപത്ത് വന്നു ചേരുമ്പോൾ അരണ്യാനിർ മഹീയതേ, അരണ്യാനി ആരാകുന്നു? മഹത്വമുള്ളവളാക്കപ്പെടുന്നു എന്നാണ്. അപ്പൊ എന്താണ് ഇതിന്റെ സ്വരം മധുരമായി ആലപിക്കുന്നത്? കാണ്ടുവീണി സപ്തസ്വരങ്ങൾ ആലപിക്കുന്ന പോലെ സപ്തസ്വരങ്ങൾ നമുക്കറിയാം. സരിഗമപദിനി എന്നുള്ളതാണ് അല്ലെ? ഋഷാദം, ഋഷഭം, ഗാന്ധാരം, ഷഡ്ജം, മധ്യമം, പഞ്ചമം, ദൈവതം. ഇതാണ്. ഇത് ഓരോ ജീവികളുടെ ശബ്ദമാണ് അല്ലെ? ആനയുടെ ശബ്ദം, ആന, ആട്, കാള, ഇതൊക്കെയാണ് മയില്, ഇതൊക്കെയാണ് ഇത് ഓരോന്നും. അപ്പൊ ഒരു ജീവിയുടെ സ്വരം കാണ്ടുവീണയിൽ ആലപിക്കുമ്പോ അത് എത്ര മധുരമാണ് അല്ലെ? ഏത് സ്വരമാണ്? സായാണെങ്കിലും ഈ പധനി ഏതാണെങ്കിലും അത് അതീവ കൃത്യമായിട്ടാണ് അതിനെ ആലപിക്കുക. അപ്പൊ ഈ ജീവിയുടെ സ്വരം കേൾക്കുന്ന മറ്റൊരു ജീവി സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇതിന്റെ സ്വരം അനുകരിക്കുന്നത്. ഒരേ സ്വരമുള്ളതാവുമ്പോ എന്താണ്? ഇതിന്റെ തന്നെ ഇണയാണ്. അപ്പൊ ഇതിന്റെ സ്വരം കേൾക്കുമ്പോൾ ഇതിന്റെ ഇണ എന്താകുന്നു? തന്റെ ഇണ ഈ കാട്ടിലുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി സന്തോഷത്തോടുകൂടി ഈ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഇതിന്റെ അടുത്തെത്തുമ്പോഴാണ് അരണ്യാനിർ മഹീയതേ, അരണ്യാനി വനദേവത എന്തായിത്തീരുന്നത്? മഹത്വമുള്ളവളായിരിക്കും. എത്ര കാലം മുമ്പ് വേദത്തിൽ പറഞ്ഞെത്തനാണ് എന്ന് ഓർക്കണം. എത്ര ആയിരങ്ങൾക്ക് മുമ്പാണ്, 1000 വർഷങ്ങൾക്ക് മുൻപാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ജീവിയും ഇണയെ കിട്ടാതെ നശിക്കുന്ന അവസ്ഥ
ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് വനദേവൻ എന്ത് ചെയ്യുന്നത്? കാട്ടിൽ തന്നെ നിവസിക്കും. അപ്പൊ വനദേവതയ്ക്ക് പേടിയൊന്നുമില്ല. കാരണം എന്താണ്? വനദേവത ഇതിനു വേണ്ടി ഒരു ജീവിയും ഇണയെ കിട്ടാതെ വിഷമിക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഒരു വനദേവത കാട്ടിൽ തന്നെ വസിക്കും. പിന്നെ അവിടെ വനദേവത കാടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ വനത്തിൽ ആരും കൊല്ലപ്പെടുന്നില്ല. ആരെങ്കിലും കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും പ്രാണാപായം വരുന്നുണ്ടെങ്കിൽ അത് വല്ല തസ്കരന്മാരെ കൊണ്ടൊക്കെ ആയിരിക്കും എന്നൊക്കെ വനദേവത അവിടെ പറയുന്നു. അപ്പൊ സീതാദേവിയെ കാട്ടിൽ വിട്ടതിന്റെ പ്രസക്തിയെ ഞാൻ പറഞ്ഞു. ഇതുപോലെ ഒരു വനദേവത അവിടെയുള്ള ജീവികളുടെ സംരക്ഷണത്തിനായി ഉള്ള സ്ഥലത്താണ് സീതാദേവിയെ കൊണ്ടുവിട്ടത്. അവിടെ പിന്നെ എന്താണ്? വാൽമീകി ആശ്രമത്തിന്റെ സമീപത്താണ്. അതുകൊണ്ട് അവിടെ എന്താണ്? അവിടെ മൃഗങ്ങളൊക്കെ എങ്ങനെയാണ് സൗഹാർദ്ദത്തിൽ വസിക്കുന്നതാണ്, അല്ലെ? മയിലിന്റെ എന്താണ്? മയിലിന്റെ തണലിൽ നിൽക്കുന്ന സർപ്പത്തെ അവിടെ കാണാൻ പറ്റും. അവിടെ സിംഹവും പിന്നെന്താണ് മാനും ഒരേപോലെ സൗഹൃദത്തോട് വർത്തിക്കുന്ന സ്ഥലമാണ് അവിടെ. അതുകൊണ്ട് എന്തില്ല, ആരും തന്നെ ആരോടും ക്രൂരതകൾ കാണിക്കാത്ത ഒരു സ്ഥലത്താണ്. വളരെ സുരക്ഷിതമായിട്ടാണ് ശ്രീരാമചന്ദ്രൻ സീതാദേവി എവിടെ കൊണ്ട് വിടുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ വേദം പഠിക്കുമ്പോൾ തന്നെ ഈ ആശയങ്ങൾ നമുക്ക് ഓരോ സ്ഥലത്തും കാണാൻ സാധിക്കും. ഇപ്പൊ ശ്രുതികൾ ഇന്നിപ്പോ എന്താണ് സ്ഥിതി? വേദം ശ്രുതി എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് പലർക്കും അലർജിയാണ്. എന്തലർജിയാണ്? എന്തുകൊണ്ടാണ് അലർജി ഉണ്ടാവുന്നത്? ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആളുകൾ എന്ത് ചെയ്ത്? കുറെ ആളുകൾ മുതലെടുപ്പ് നടത്തി. അതിനെ വിശ്വസിക്കാൻ മാത്രമേ നമുക്ക് കഴിഞ്ഞുള്ളൂ. അതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം. കാരണം അത്യുജ്വലമായ ഒരു സംസ്കാരമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇന്നും നമ്മുടെ സംസ്കാരം അതാണ്. പക്ഷെ അതിൽ നിന്ന് നാം വളരെയേറെ അകന്നുപോയി എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ വസ്തുത. അപ്പൊ നമ്മൾ വീണ്ടും ഉർവശിയുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ വന്നത്. ഉർവശിയോട് ഗുരുരവസ് പറഞ്ഞു, ഉർവശി, ഞാനിതാ ഇവിടെ വീണ് മരിക്കട്ടെ. ഇനി ഞാൻ പോയിട്ട് കാര്യമില്ല, തിരിച്ചു പോയിട്ട് കാര്യമില്ല, ഞാനിവിടെ വീണ് മരിക്കട്ടെ എന്നാണ്. ഏറ്റവും അമംഗള സ്വരൂപിണികളായിട്ടുള്ള പെൺസന്നായിക്കൾ എന്റെ ശരീരം ഭക്ഷിച്ചു കൊള്ളട്ടെ. ഞാൻ ഏറ്റവും ഘോരരൂപിണിയായ മൃത്യുദേവതയുടെ മടിയിൽ പതിക്കട്ടെ. അതുമല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു ദീർഘയാത്ര ഞാൻ പുറപ്പെട്ടു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ല. ഉർവശി പറഞ്ഞു, പുരൂരവസെ, നീ അങ്ങനെ മരിക്കേണ്ട ആളല്ല. നീ യജ്ഞമനുഷ്ഠിക്കുന്നിടത്താണ് ഇവിടെ വന്നിട്ട്. യജ്ഞത്തിന് ഒരിക്കലും കോട്ടം വരാൻ പറ്റില്ല, പാടില്ല. പുരൂരവോ മാ മൃധാഹ മാ പ്രപപ്ത മാത്വാ വൃക അശിവാസൗക്ഷന് നൈതാസ്ത്രൈണാനി സഖ്യാനി സക്തി സാലാവൃതാണാം ഹൃദയാന്വേത. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് പറഞ്ഞത്? പുരൂരവോ മാ മൃധാഹ, പുരൂരവസ്ഥയെ നീ മരിക്കരുത്. മാ പ്രപപ്ത, നീ വീഴുകയും ചെയ്യരുത്. മാത്വാ വൃക അശിവാസൗക്ഷൻ, ഏറ്റവും അമംഗള സ്വരൂപിണികളായിട്ടുള്ള പെൺചെന്നായ്ക്കൾ നിന്റെ ശരീരം ഭക്ഷിക്കാതിരിക്കട്ടെ. പിന്നെ പുരൂരവസൻ നിന്നൊരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. പുരൂരവസനൊരു കാര്യം ഓർമ്മിപ്പിക്കാം. നൈതാ സ്ത്രൈണാനി സഖ്യാനി സന്ധി സാലാവൃഗാണ ഹൃദയാന്വേഷ. സ്ത്രൈണാനി സഖ്യാനി സന്ധി, സ്ത്രീകൾക്ക് സ്ഥിരമായ സഖ്യങ്ങളില്ല, സൗഹൃദങ്ങളില്ല. സാലാവൃഗാണ ഹൃദയ, ഇവിടെ സ്ത്രീകളാണ് അധികം പറഞ്ഞ പറ്റില്ല. ഹൃദയാന്വേഷ, സ്ത്രീയുടെ ചെന്നായ്ക്കളുടെ ഹൃദയമാണ് സ്ത്രീയുടെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെല്ലാം ഒരുപോലെ ക്രൂരഹൃദയരാണെന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം. പുരൂരവസ്ഥയെ സ്ത്രീകൾക്ക് സ്ഥിരമായ സൗഹൃദങ്ങളില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു മനുഷ്യൻ ധാർമ്മികനായിരിക്കുമ്പോഴും അധാർമികനായിരിക്കുമ്പോഴും ഒരുപോലെ അവനിൽ സ്ത്രീയുടെ സൗഹൃദം ഉണ്ടാവുകയില്ല. നീ ധാർമ്മികനായിരിക്കുമ്പോൾ
ധർമ്മിഷ്ഠനായ പുരൂരവസിനെ ഉർവശി ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തോടൊപ്പം താമസിച്ചു. അദ്ദേഹത്തിന്റെ ധർമ്മത്തിന് ശ്രുതി വന്നു. രാജ്യപാലനമാണ്, ക്ഷത്രിയനല്ലേ. ക്ഷതാത് ത്രായതേ, ക്ഷതത്തിൽ നിന്ന് ത്രാണം ചെയ്യുന്നവനാണ് ക്ഷത്രിയൻ. അപ്പൊ ജനങ്ങൾക്ക് ഒരു വിധത്തിലുമുള്ള അകലുണ്ടാകാൻ പാടില്ല. അതിനായി സമർപ്പിതമായ ജീവിതം നയിക്കുന്നവനാണ് ആര്? ക്ഷത്രിയൻ. പൂണൂരെന്ന് പറയുന്നത് വെറുതെ ഇടുന്നതല്ല, അല്ലേ? ബ്രാഹ്മണന് പൂണൂലുണ്ട്, ക്ഷത്രിയന് പൂണൂലുണ്ട്, വൈശ്യന് പൂണൂലുണ്ട്. എന്തുകൊണ്ടാണ് ഈ പൂണൂൽ? പൂണൂൽ എന്ന് പറയുന്നത് ധർമ്മകഞ്ചുകമാണ്. ധർമ്മകഞ്ചുകം എന്ന് പറഞ്ഞാൽ വ്യക്തിപരതയെ മറയ്ക്കുന്നതാണ് ധർമ്മകഞ്ചുകം. യൂണിഫോം എന്ന് പറയാൻ നോക്കി. യൂണിഫോം സ്കൂളിലെ യൂണിഫോം അല്ല. സ്കൂളിലെ യൂണിഫോം എന്താണ്? അത് ഗണവേഷമാണ്, ഒരു ഗണത്തിന്റെ വേഷമാണ്, കുട്ടികളുടെ അല്ല. പക്ഷേ മുതിർന്നവരുടെ യൂണിഫോം എന്താണ്? പട്ടാളക്കാരുടെ യൂണിഫോം, പോലീസുകാരുടെ യൂണിഫോം. ഈ യൂണിഫോം ഒക്കെ എന്താണ്? ധർമ്മകഞ്ചുകമാണ്. ധർമ്മകഞ്ചുകം അണിഞ്ഞാൽ അവിടെ എന്തില്ല? വ്യക്തിപരതകളില്ല, വ്യക്തിപരതകളില്ല. ഈ ഇവിടെ പറയുന്നത് വൃക്ഷകടികം എന്ന് പറയുന്ന ഒരു നാടകത്തിൽ പറയുന്നുണ്ട്. രണ്ട് പോലീസുകാരെ എന്താണ് വാഹന പരിശോധന നടത്താം. വാഹന പരിശോധന എന്ന് തുടങ്ങിയെന്നല്ല, അവിടെയുണ്ട് വൃക്ഷകടികത്തിന്റെ കാലത്തൊക്കെ. അപ്പോ അവിടെ രണ്ട് പോലീസുകാരെ വാഹന പരിശോധന നടത്താം. ആ വാഹന പരിശോധന നടത്തുന്ന സമയത്താണ് നായകന്റെ വാഹനം അതിലൂടെ വരുന്നത്. ഇതാരുടെ വാഹനമാണ്? ഇത് ചാരിതത്തിന്റെ വാഹനമാണ്. എന്നാൽ പോകട്ടെ എന്നൊരു പോലീസുകാരൻ പറഞ്ഞു. മറ്റേ പോലീസുകാരൻ പറഞ്ഞു പരിശോധിക്കാതെ, ചാരിതത്തിന്റെ വാഹനം, ചാരച്ച് അറിഞ്ഞുകൂടാത്ത ചാരിതത്തിന്റെ. ചാരിതത്തിനെ അറിയില്ലേ അങ്ങേക്ക്? ജാനാമി ജാനാമി കിന്തു രാജ്യകാര്യ സംപ്രാപ്തെ പിതരമപിന്ന ജാനാമി. എനിക്കറിയാം, ചാരിതത്തിനൊക്കെ എനിക്കറിയാം. പക്ഷെ രാജ്യകാര്യം വന്നാൽ പിതരമപി എന്ന ജാനാമി, എന്റെ അച്ഛനെ പോലും ഞാൻ അറിയില്ല. എന്താണ് യൂണിഫോമിന്റെ വില എന്ന് പറയുന്നത്? എന്തില്ല? വ്യക്തിപരതകൾ അവിടെ ഇല്ല. എന്റെ അച്ഛൻ വണ്ടി കൊണ്ടുവന്നാലും ഞാൻ പരിശോധിച്ചിട്ടേ വിടുള്ളൂ. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇത് തന്നെയാണ് ഈ ധർമ്മകഞ്ചകത്തിന്റെ സവിശേഷത. ഉണർത്താൽ ധർമ്മകഞ്ചകം എന്താണ്? അതിട്ടാൽ അവരുടെ വ്യക്തിപരത എന്ന് പറയുന്നത് ഇല്ല. സ്വന്തം സുഖം പോലും നോക്കാതെ തന്റെ ഔദ്യോഗികമായ ആ സ്ഥാനത്തിന്റെ കർത്തവ്യങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ അനുഷ്ഠിക്കുന്നതാണ് എന്ത്? ധർമ്മകഞ്ചുകം എന്ന് പറയും. അപ്പൊ അതിനാണ് ഈ ഊണൂര് വ്രതം കൊടുത്തിരിക്കുന്നതല്ല. വൈശ്യന് വരെ ഊണൂരിട്ട്. ഇതാണ് അതിന്റെ കാരണം. അതല്ലാതെയുള്ള അവിദഗ്ധ തൊഴിലാളികൾക്കാണ് എന്തിന്റെ അകത്ത് ഊണൂർ ഇല്ല. അപ്പൊ അതുകൊണ്ട് അതിന് യജ്ഞോപവീതം എന്നാണ് പറയാ. യജ്ഞോപവീതം, യജ്ഞം അനുഷ്ഠിക്കുന്ന ഉപവീതമാണ്. അതുകൊണ്ടാണ് വൈദ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ എന്തുണ്ടാകും? ഊണൂര് വലദ്വശത്തേക്ക് ഇടും, അല്ലെ? ഇടത് ചുമലിലിട്ട് വലത്തോട്ടാണ് അത് ഇടുക. അതിനാണ് ഉപവീതം എന്ന് പറയാ. പിന്നെ പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോ, ശവ്യകർമ്മങ്ങളിലേക്ക് വരുമ്പോ അത് എന്ത് ചെയ്യും? പ്രാചീന ആവീതം എന്നാണ് അതിനെ പറയാ. അപ്പോ ഉപവീതമാണ്, പ്രാചീനാവീതമാണ്. കാരണം പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് തെക്കോട്ട് തിരിഞ്ഞു നിന്നിട്ടാ. തെക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ആള് എന്താണ്? കിഴക്ക് ഭാഗത്തു നിന്നാണ് പൂണൂലും കൊണ്ടിടാം. പ്രാചീന ആവീതം എന്ന് പറയും. ആ പറയുന്നതിന്റെ പേരിൽ തന്നെ വലിയൊരു ചരിത്രം ഉണ്ട്. അപ്പൊ അത് പറയാൻ നമുക്ക് നേരമില്ല. ഓരോ പദത്തിനും എന്താണ് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അപ്പൊ കിഴക്ക് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കിടക്കും, തെക്കോട്ട് തിരിഞ്ഞു നിന്ന് നോക്കുക. അപ്പൊ ഈ വലതുവശം ഏതാണ്? ഇത് കിഴക്കോട്ടായിരിക്കും ഈ ഭാഗം. അവിടെ നിന്ന് ചുറ്റുന്നത് കൊണ്ടാണ് അതിനെ പ്രാചീന ആവീതം എന്ന് പറയുന്നത്. സാധാരണയുള്ള കർമ്മങ്ങൾ, മാനുഷികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, സ്നാനം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുമ്പോഴേ അവിടെ അദ്ദേഹം ബ്രാഹ്മണനൊന്നുമല്ല. അപ്പൊ എന്ത് ചെയ്യും? നിവീതം, അത് കഴുത്തിൽ വെറുതെ തൂക്കിയിട്ടുള്ളൂ. നിവീതം കണ്ഠലംബിതം എന്നാണ് അതിനെ പറഞ്ഞിട്ട്. അപ്പോ ഇവിടെയാണ് വിട്ടുവീഴ്ചയില്ലാതെ കർമ്മങ്ങളുടെ അനുഷ്ഠാനം. അത് നീ ചെയ്യുമ്പോൾ ഞാൻ ആരാണ്? നിന്റെ പ്രിയതമയായി, നിന്റെ സഹധർമ്മചാരിണിയായിട്ട്. പത്നി എന്ന പദം അവിടെയാണ് പത്നി എന്ന് പറയുന്നത്. പതി എന്ന് തന്നെ പറഞ്ഞാൽ മതി, അല്ലേ? പതി എന്ന പദം ഭാര്യയ്ക്കുന്ന ആള് പതി എന്നാണ് പറയാ. അത് സ്ത്രീയാണെങ്കിൽ സ്ത്രീയെയും പതി എന്ന് തന്നെയാണ് പറയുക, അല്ലേ? ഇന്ന് നമ്മുടെ രാഷ്ട്രപതിയുണ്ട്, അല്ലേ? ബഹുമാനപ്പെട്ട ദ്രൗപദി മുർമു നമ്മുടെ രാഷ്ട്രപതിയാണ്. നമ്മുടെ രാഷ്ട്രപതി എന്ന് തന്നെയാ പറയുന്നത്, രാഷ്ട്രപത്നി എന്നല്ല. എന്തുകൊണ്ടാണ്? പതി എന്നുള്ള പദം സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് പതി എന്നത്. പിന്നെന്താണ് പത്നി എന്ന് പറഞ്ഞാൽ? പത്നി എന്നതിലെ ആ നകാരം എന്താണ്? പത്യുർന്നു
യജ്ഞസംയോഗേ, യജ്ഞകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് സഹചാരിണിയായിട്ടിരിക്കുന്ന, സഹധർമ്മചാരിണിയായിരിക്കുന്നതുകൊണ്ടാണ് പത്നി എന്ന് പറയുന്നത്. അപ്പൊ നീ നിന്റെ കർത്തവ്യങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുമ്പോൾ ഞാൻ നിന്റെ പത്നിയായി നിന്നോട് കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ സാന്നിധ്യം നിന്റെ കർമാനുഷ്ഠാനത്തിന് വിഘ്നം വരുത്തുന്നതായപ്പോൾ നൈതാസ്ത്രൈണാനി സഖ്യാനി സന്ധി, സ്ത്രീകൾക്ക് അവിടെ എന്തില്ല? നീ എന്ത് ചെയ്യുമ്പോൾ നിന്നോടൊപ്പം ഞാൻ ഉണ്ടാവുകയില്ല. ധർമ്മ്യമായ കാര്യം ചെയ്യുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ട്, അല്ലെങ്കിൽ അല്ലെങ്കിൽ എത്രമാത്രം ഞാൻ ക്രൂരയായി നിന്നിൽ നിന്ന് അകന്നതിൽ സാലാവൃകാണാൻ ഹൃദയാന്വേഷ. സാലാവൃഗങ്ങൾ ചെന്നായാണർത്ഥം, ചെന്നായുടെ ഹൃദയമാണ് അല്ലെങ്കിൽ എന്റെ സ്ത്രീകളുടെ. അതായത് അതിൽ നിന്ന് വിട്ടുപിരിഞ്ഞാൽ പിന്നെ എന്തില്ല? യാതൊരാഭിമുഖ്യവും അവിടെ ഇല്ല. അതാണ് വേദം പറയുന്നത്. ധർമ്മം അനുഷ്ഠിക്കാതെ വരുന്ന പുരുഷനിൽ നിന്ന് അകന്നു നിന്നാൽ അയാൾ എത്ര കരഞ്ഞു പിഴിഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കലും എന്ത് ചെയ്യില്ല? വിട്ടുവീഴ്ച ചെയ്യില്ല. ഇതെവിടെ നമ്മൾ കേട്ടത്? രാമായണത്തിൽ നമ്മൾ കണ്ടില്ലേ? ഇത് രാമായണം വായിച്ചില്ലേ? കർക്കിടക മാസത്തിൽ എല്ലാവരും രാമായണം വായിച്ചു. അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ? സ്ത്രീകളുടെ ഹൃദയം എന്താണെന്ന് പറഞ്ഞത്? ചെന്നായിയുടെ ഹൃദയമാണ്. ഇല്ലേ? എവിടെയാ നമ്മൾ കണ്ടത്? ആരുടെ ഹൃദയമാണ് ചെന്നായിയുടേതായിട്ട് കണ്ടത്? 2 സ്ത്രീകളുടെ ഹൃദയം ചെന്നായിയുടേതായിട്ട് നമ്മൾ കണ്ടു. ആരുടേതാണ്? ഒന്ന് മന്ദരയുടെ ഹൃദയം, പിന്നെ ഒന്ന് കൈകേയിയുടെ ഹൃദയം. മന്ദര പറഞ്ഞു, മന്ദര ആരാണ്? ജ്ഞാതിദാസിയാണ്. കൈകേയിക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും പരിഗണനകളും അവിടെ കിട്ടണമെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കേകയ രാജാവ് തന്റെ മകളോടൊപ്പം അയച്ച നയചക്ഷുസായ സ്ത്രീയാണ് മന്ദര. എന്തുകൊണ്ടാണ് മന്ദര അയച്ചത്? ഒരു കൂനി അയച്ചത്? അവിടെ രാജ്യത്ത്, കേകയ രാജ്യത്ത് നല്ല സുന്ദരിമാരാരും ഉണ്ടായിരുന്നില്ലേ? ഒരു നല്ല സുന്ദരി അയക്കാമായിരുന്നില്ലേ? ജ്ഞാതിദാസിയായിട്ട് പോരാ, നയചക്ഷുസാണ് അവർ. നയമായിട്ട് കാര്യങ്ങൾ, നയത്തിലൂടെ കാര്യങ്ങൾ കാണുന്നവർ. അങ്ങനെയുള്ള നല്ല ഒരു ആരാണ്? ബുദ്ധി രാക്ഷസി ആയ ഒരു സ്ത്രീയാണ് മന്ദര. എന്താണ്? ദശരഥ മഹാരാജാവിനെ കേകയ രാജാവ് ആരാണ്? കേകയ രാജാവ് ശരിയായിട്ട് ബ്രഹ്മജ്ഞനായവരാണ്, വലിയ ജ്ഞാനമുള്ളവരാണ്. ചില രാജാക്കന്മാരെയൊക്കെ നമുക്ക് നമ്മുടെ ഇതിഹാസങ്ങളിൽ കാണാം. ജനക മഹാരാജാവിനെ പോലെയും കേകയ രാജാവിനെ പോലെയും. കേകയ രാജാവിന്റെ അടുത്താണ് ബ്രാഹ്മണന്മാർ പോയിട്ട് അഗ്നിവിദ്യ പഠിക്കുന്നത്. ചാന്തോക്യോപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ക്ഷത്രിയനല്ലേ, ബ്രാഹ്മണനല്ലേ പഠിപ്പിക്കാൻ അധികാരി? ജ്ഞാനം എവിടെയുണ്ടോ അവിടെ നിന്നാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് കേകയ രാജാവിന്റെ അടുത്ത് പോയിട്ട് ബ്രാഹ്മണന്മാരെല്ലാവരും ചെന്നിട്ട് അഗ്നിവിദ്യ പഠിക്കുന്നത്. കേകയ രാജാവ് അവരൊക്കെ ചെന്നപ്പോ പറഞ്ഞു, ശരി എല്ലാവരും വിശ്രമിച്ചോട്ടോ, നാളെ നമുക്ക് കാണാം. രാജാവ് വിചാരിച്ചത് എന്താണ്? ഇവർ വന്നിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ സഹായത്തിനൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പിറ്റേ ദിവസം ചെന്നപ്പോഴാണ് അവർ അഗ്നിവിദ്യ പഠിക്കാനാണ് ചെന്നിട്ട്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഒരു ക്ഷത്രിയനായ എന്റെ അടുത്താണോ നിങ്ങൾ പഠിക്കാൻ വന്നത്? അവിടത്തേക്കാണ് അത് അറിയാവുന്നത്. അപ്പൊ ആ കേകയ രാജാവ് ഒരു എന്താണ് ജ്ഞാതിദാസിയെ അയച്ചു, മന്ദരയെ അയച്ചു. എന്തുകൊണ്ടാണ്? തന്റെ മകളുടെ മകന്, അതായത് കൈകേയിയുടെ മകന് എന്ത് കിട്ടണം? രാജ്യം കിട്ടണം. അത് മേടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല, രാജ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ല, ദശരഥന് ധർമ്മച്യുതി വരാതിരിക്കാൻ. അവിടെയാണ് നമ്മൾ കാണുന്നത്. രാമായണം വായിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന വലിയൊരു ആശയ പ്രപഞ്ചമുണ്ട്. വലിയൊരു ആശയ പ്രപഞ്ചം അതിലിതൊക്കെ വരുന്നുണ്ട്. തന്റെ മകളുടെ മകന്, തന്റെ പേരക്കുട്ടിക്ക് എന്ത് കിട്ടണം? രാജ്യം കിട്ടണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭരതൻ രാജാവാകുന്നതിന് വേണ്ടിയിട്ടല്ല, ദശരഥ മഹാരാജാവിന് ധർമ്മലോപം വരാതിരിക്കാൻ. കാരണം അവിടെയാണ് ദശരഥൻ പറഞ്ഞത് എന്താണ്? ഇവൾക്ക് ഒരു മകൻ ഉണ്ടാകുന്ന പക്ഷം അവനുള്ളതാണല്ലോ എന്റെ സാമ്രാജ്യം എന്ന് ദശരഥൻ പറഞ്ഞത് അവിടെയാണ്, അല്ലാതെ കൈകേയിയോടല്ല. കൈകേയി ചോദിച്ച വരമല്ല എന്ത്? ഭരതനെ രാജാവാക്കണം എന്നുള്ളത്. കാരണം ദശരഥന്റെ 3ാമത്തെ ഭാര്യയാണ് കൈകേയി. കൗസല്യ
സുമിത്ര, 2 ഭാര്യമാർ. കൗസല്യയിൽ ഉണ്ടായത് ഒരു മകൾ മാത്രം, അല്ലെ, ശാന്ത. ആ ശാന്തയെ ലോമപാതന് കൊടുത്തു. എന്തുകൊണ്ട്? ലോമപാതന് മക്കളുണ്ടായിരുന്നില്ല. ഇദ്ദേഹം വ്യസനിക്കുകയാണ്. എന്റെ അടുത്ത സുഹൃത്താ, വളരെ അടുത്ത സുഹൃത്താ. അയാൾ വ്യസനിക്കുന്നു, എനിക്കൊരു കുഞ്ഞില്ലടോ എന്ന് പറഞ്ഞു. അതിനെന്താ, എനിക്ക് മകളുണ്ടല്ലോ. നല്ല സൗഹൃദമാവുമ്പോ എന്താണ്, എനിക്കുള്ളതൊക്കെ എന്റെ കൂട്ടുകാരനുള്ളതാ. അപ്പോ എനിക്ക് മകളില്ലേ, അത് തന്റെയും മകളല്ലേ, ശരി എന്നാ ഞാൻ കൊണ്ടുപോക്കട്ടെ, താൻ കൊണ്ടുപോക്കോ. അങ്ങനെയാണ് ശാന്തയെ അങ്ങോട്ട് കൊണ്ടുപോയത്, ലോമപാതൻ കൊണ്ടുപോയത്. ആ ശാന്തയുടെ ഭർത്താവാണ് ആര്? ഋഷ്യശൃംഖൻ. പിന്നീട് ദശരഥന് വേണ്ടിയിട്ട് യാഗം നടത്തുന്ന ഋഷ്യശൃംഖനാണ് പുത്രകാമേഷ്ടി നടത്തുന്നത്. അപ്പൊ പിന്നെ പക്ഷെ മക്കൾ ഉണ്ടായില്ല. അപ്പോഴാണ് സുമിത്രയെ വിവാഹം ചെയ്ത് കാശിരാജപുത്രി, കാശിരാജാവിന്റെ മകളാണ്. അതിലും മക്കൾ ഉണ്ടായില്ല. ഇനി മക്കൾ ഉണ്ടാകില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയപ്പോഴാണ്, ഏതാണ്ട് ഉറപ്പായതോടെയാണ്, എന്റെ രാജാവിന് എന്ത് വേണം, കിരീടാവകാശിയായിട്ട് ഒരു മകൻ ഉണ്ടായേ പറ്റും. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് കൈകേയി വിവാഹം ചെയ്തത്. അവിടെയാണ് പറയുന്നത് എന്താണ്, 2 പത്നിമാരിലും എനിക്ക് മക്കളില്ല. ഇനി ഇവളിൽ ഒരു മകൻ ഉണ്ടാവുകയാണെങ്കിൽ എന്റെ സാമ്രാജ്യത്തിന് അവൻ അവകാശിയല്ലേ. ഇതേ പറഞ്ഞുള്ളൂ, സ്വാഭാവികമായിട്ടുള്ള ഒരു പറച്ചിലാണ് അത്. അപ്പോ അത് പറഞ്ഞു. ഇത് ആർക്കറിയാം? ഇത് കേകയ രാജാവിനറിയാം. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വിവാഹ സമയത്ത് പറഞ്ഞ വാക്ക് വെറും വാക്കല്ല. അതെന്താണ്? അത് കന്യാശുൽക്കമാണ്. അവിടെയാണ് നിയമത്തിന്റെ കെട്ടുപാടുകൾ നിൽക്കുന്നത്. ഇത് LLB പഠിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ്, നിയമം എത്രമാത്രം റിജിഡാണ്. വിവാഹ സമയത്ത് ഒരു പറയുന്ന വാക്കാണെങ്കിലും, കൈമാറുന്ന വിത്തമാണെങ്കിലും, ധനമാണെങ്കിലും മറ്റെന്താണെങ്കിലും അത് കന്യാശുൽക്കമാണ്. ശുൽക്കം തട്ടിയെടുക്കാൻ, മറ്റൊരാൾക്ക് കൊടുക്കാൻ ഒരാൾക്കും അധികാരമില്ല. അങ്ങനെ ആർക്കാണ് അധികാരം? ആ കന്യകയ്ക്ക് മാത്രമാണ് അതിന് അധികാരം. അപ്പോ ഈ അധികാരം ആർക്കാണ്? കൈകേയിക്ക് ഉണ്ടാകുന്ന മകനാണ് ഉത്തരകോസലം. ആ രാജ്യം കൊടുക്കേണ്ടത് ആ മകനാണ്. പക്ഷേ കേകയ രാജാവിന് അറിയാം, ദശരഥ മഹാരാജാവിന് കൗസല്യയിലും പുത്രനുണ്ടാവും, പിന്നെ എന്താണ്, സുമിത്രയിലും പുത്രനുണ്ടാവും. അപ്പോൾ ആദ്യമുണ്ടാകുന്ന പുത്രന് ഇദ്ദേഹം രാജാധികാരം കൈമാറാൻ സാധ്യതയുണ്ട്. അല്ലേ? മഹാഭാരതത്തിൽ കാണാൻ നമുക്ക്. മഹാഭാരതത്തിൽ വിദുരനെ ഉപദേശിച്ചു, ധൃതരാഷ്ട്രനെ ഉപദേശിച്ചു, പാണ്ഡവർക്ക് അർഹമായ രാജ്യം കൊടുക്കൂ, അർദ്ധരാജ്യം കൊടുക്കൂ, കുലത്തെ തന്നെ നശിപ്പിക്കുന്ന ഘോരമായ യുദ്ധം ഒഴിവാക്കുക. ധൃതരാഷ്ട്രൻ എന്താണ് പറഞ്ഞത്? സൈഷാമതി കൃതാപ്യേവം പാണ്ഡവാൻ പ്രതിമേ സദാ ദുര്യോധനം സമാസാദ്യ പുനർവിപരിവർത്തതേ. അല്ലയോ വിതുരേ, ഇത് തന്നെയാണ് എന്റെയും ആഗ്രഹം, എന്റെയും മനസ്സിലിരിപ്പ് ഇത് തന്നെയാണ്. പാണ്ഡവർക്ക് അർഹമായ രാജ്യം കൊടുത്ത് കുലനാശം വരുത്തുന്ന യുദ്ധം ഒഴിവാക്കാൻ തന്നെയാണ് എന്റെയും ആഗ്രഹം. പക്ഷേ ദുര്യോധനം സമാസാദ്യ പുനർവിപരിവർത്തത, ഇത് ഇവിടുന്ന് കേട്ടിട്ട് ദുര്യോധനന്റെ അടുത്തെത്തുമ്പോ എന്റെ മനസ്സാകെ മാറിപ്പോ. പുത്രസ്നേഹം കൊണ്ട് കർത്തവ്യം മറന്നു പോകുന്നു. അപ്പോ ആ മകനോടുള്ള സ്നേഹം കൊണ്ട് എന്തായിത്തീരും? ഞാൻ അതിൽ നിന്ന് തനിയെ വ്യതിചലിച്ചു പോകും. ഇത് തന്നെയല്ലേ രാമായണത്തിലും ഉണ്ടായത്? ദശരഥൻ അറിയില്ലേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്? കൈകേയിക്ക് അറിയില്ലേ? കൈകേയി മിണ്ടിയില്ല. അവിടെയാണ് ധീര വനിതയെ നമ്മൾ കാണുന്നത്. ധീരയായ വനിത. എല്ലാവരും നിന്ദിക്കുന്നു. ഭരതൻ തന്നെ പറയുന്നു, അമ്മേ, നിന്റെ ഉദരത്തിൽ ഞാൻ ജനിച്ചു പോയെന്നു ഞാൻ ലജ്ജിക്കുന്നു. എന്റെ ഉദരത്തിൽ ഞാൻ ജനിച്ചത് ജ്യേഷ്ഠനല്ലേ രാജ്യം കൊടുക്കേണ്ടത്. ഒരു വാക്ക് കൈകേയിക്ക് പറഞ്ഞുകൂടായിരുന്നു? നീ പോയിട്ട് ആ സുമന്ത്രനോട് ചോദിക്കടാ എന്ന് പറഞ്ഞുകൂടെ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് നിന്റെ അച്ഛൻ, അല്ലെ? പറയാമായിരുന്നില്ലേ കൈകേയിക്ക്? മിണ്ടിയില്ല. എന്താണ് മിണ്ടാതിരുന്നത്? സമയം വരുമ്പോൾ അതിനെ പറയാൻ ചുമതലപ്പെട്ടവർ പറയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴാണ് പിന്നെ എവിടെയാ നമ്മളിത് കാണുന്നത്? അരണ്യകാണ്ഡത്തിലാണ്. ഭരതനെ കൊണ്ടുവരുവാൻ വേണ്ടി, രാമനെ കൊണ്ടുവരുവാൻ വേണ്ടി ഭരതൻ കാട്ടിലേക്ക് ചെന്നപ്പോൾ പോരാൻ കൂട്ടാക്കാതിരുന്ന രാമൻ അവസാനം പറയുന്നു, പുരാഭ്രാത പിതാ നത്സഹ മാതരൻ തേ സമുദ്വഹൻ മാതാമഹായ അശ്രൗഹി
രാജ്യശുൽക്കം അനുത്തം. പണ്ട് നമ്മുടെ അച്ഛൻ നിന്റെ അമ്മയെ വിവാഹം ചെയ്യാൻ സമയത്ത് മാതാമഹൻ കൈകേയി മാതാവിന്റെ അച്ഛന്റെ മുമ്പിൽ വാഗ്ദാനം ചെയ്തിരുന്നു രാജ്യശുൽക്കം അനുത്തമം, അദ്വിതീയമായ രാജ്യം. അതെന്താണ്? അത് കന്യാശുൽക്കമാണ്. ശുൽക്കത്തിൽ മാറ്റം വരുത്താൻ ആർക്കും അധികാരമില്ല. അപ്പൊ സംസ്കാരം നോക്കുക, കന്യാശുൽക്കം കന്യകയുടെ പൂർണ്ണമായ അധികാരമാണ്, അവകാശമാണ്. തൊടാൻ ആർക്കും പറ്റില്ല. ശ്രീരാമചന്ദ്രന്റെ അടുത്ത് ശൂർപ്പണഖ വന്നപ്പോൾ ലക്ഷ്മണന്റെ അടുത്തേക്ക് അയക്കുന്നു, ലക്ഷ്മണൻ തിരിച്ചിങ്ങോട്ട് അയക്കുന്നു. എല്ലാവരും പറഞ്ഞു ശൂർപ്പണഖയെ തട്ടിക്കളിക്കുന്നു, കേട്ടോ സ്ത്രീത്വത്തെ എത്രമാത്രം അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. എവിടെ അധിക്ഷേപം? സ്ത്രീത്വത്തെ യഥാർത്ഥത്തിൽ ബഹുമാനിക്കുകയാണ് അവിടെ ചെയ്യുന്നത്, അല്ലേ? ശൂർപ്പണഖയെ രാമനോട് പറഞ്ഞപ്പോ വിവാഹ അഭ്യർത്ഥന നടത്തിയപ്പോ എന്താ ചെയ്ത്? ലക്ഷ്മണന്റെ അടുത്ത് പൊക്കോളൂ കേട്ടോ, എനിക്ക് എന്റെ സീതയുണ്ടല്ലോ, എനിക്ക് അവിടെ നിവൃത്തിയില്ല വിവാഹം കഴിക്കാൻ. ലക്ഷ്മണൻ, അയ്യോ ഞാൻ ജ്യേഷ്ഠനെ അനുസരിക്കുന്ന ആളാണ്, ജ്യേഷ്ഠനെ പരിചരിക്കുന്ന ആളാണ്, ഞാൻ ആരാണ്? ഞാൻ കൃത്യമായ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് ചേട്ടന്റെ ദാസനായി കഴിയുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് നിവൃത്തിയില്ല, ചേട്ടനെ വേണമെങ്കിൽ സ്വീകരിച്ചോളൂ. ഇത് തട്ടിക്കളിക്കലായിട്ട് ആളുകൾ പറഞ്ഞു. തട്ടിക്കളിക്കലാണോ? സ്ത്രീയെ തട്ടിക്കളിക്കലല്ല, അവിടെയാണ് സ്ത്രീയെ ബഹുമാനിക്കുന്നത്. രാമൻ ആരായിരുന്നു? രാമൻ സീതയെ വിവാഹം ചെയ്യുന്ന സമയത്ത് എന്താണ്? വീര്യശുൽക്കയായിട്ടാണ് സീതയെ വിവാഹം ചെയ്തത്. വീര്യം, തന്റെ വീര്യം, അല്ലേ? അവിടെ ആ ശൈവചാപം കുലയ്ക്കുന്നതിനുള്ള ആ ബാഹുബലം, തന്റെ ശരീരത്തിന്റെ ബലം അഥവാ വീര്യം, ആ വീര്യമാണ് ജനക മഹാരാജാവിന്റെ മുമ്പിൽ കാട്ടിയത്, പ്രദർശിപ്പിച്ചത്. ആ വീര്യം എന്തായിരുന്നു? വിവാഹത്തിന് വേണ്ടി പ്രദർശിപ്പിച്ച ആ വീര്യം എന്താണ്? കന്യാശുൽക്കമാണ്. ആ ശുൽക്കം എന്ത് ചെയ്യാൻ പാടില്ല? വേറെ ഒരാൾക്കും കൊടുക്കാൻ പാടില്ല. രാമന്റെ വീര്യം എന്ത് ചെയ്യാൻ പാടില്ല? ശൂർപ്പണഖയ്ക്ക് കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ എന്തല്ല? സ്ത്രീയെ തട്ടിക്കളിച്ചതല്ല, സ്ത്രീയുടെ അവകാശത്തെ പരിപൂർണമായി മുറുകെ പിടിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ ചെയ്തത്. ലക്ഷ്മണൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ലക്ഷ്മണന് വേണമെങ്കിൽ സ്വീകരിക്കാം. ഇതാണ് അർത്ഥം. അതിനെപ്പോലും നമ്മുടെ അടുത്ത് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് എന്താണ്? നമ്മൾക്ക് നമ്മുടെ സംസ്കാരത്തിനോട് അവമതിപ്പ് ഉണ്ടാക്കി. അപ്പോ ഇവിടെയാണ് എന്താണ്? മന്ധര പറഞ്ഞ കൈകേയിയോട് നാളെ രാമനെ അഭിഷേകം ചെയ്യുന്നു. മന്ധര കൈകേയി എന്താണ് ചെയ്ത്? തുള്ളിച്ചാടി, എന്റെ രാമൻ അഭിഷിക്തനാകുന്നു, എന്റെ രാമൻ. ഭരതനേക്കാൾ ഇഷ്ടം രാമന്. എല്ലാ ആഭരണങ്ങളും പോയി ആർക്ക് കൊടുത്തു? മന്ധരയ്ക്ക് കൊടുത്തു. നീ ഇതൊക്കെ എടുത്തോ, ഇനിയും നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, കാരണം അത്രയേറെ പ്രിയമാണ് നീ ഇപ്പോൾ എനിക്ക് പറഞ്ഞത്. മന്ധര പറഞ്ഞു, അത് എനിക്ക് നിന്റെ ഒരു ആഭരണവും വേണ്ട. എന്താണ് നീ കഥയില്ലാത്ത പെൺകുട്ടികളെ പോലെ നീ പറയുന്നു? ഒരു കഥയില്ലാണ്ട് നീ സംസാരിക്കുന്നത് എന്താണ്? രാമനാണ് അഭിഷിക്തനാവുന്നത്, അതെ എന്റെ രാമൻ. അപ്പോൾ നീ എന്താണ് പറയുന്നത്? ഒരു കഥയില്ലാതെ നീ സംസാരിക്കുന്നു. നീ ആരാണെന്ന് ഓർക്കുക, അല്ലേ? കൈകേയി, നീ ആരാണെന്ന് ഓർക്കുക. നീ ആരാണ്? നരാധിപകുലേ ജാത മഹിഷീത്വം മഹീപദേ ഉഗ്രത്വം രാജധർമാണാം കഥം ദേവിന ബുദ്ധ്യസേ എന്നാണ്. നീ നരാധിപകുലേ ജാത, ഒരു നരാധിപന്റെ കുലത്തിൽ, ഒരു രാജാവിന്റെ കുലത്തിൽ, രാജാവിന്റെ കുലത്തിൽ ജനിച്ചവളാണ് നീ. മാത്രമല്ല മഹിഷീത്വം മഹീപദേഹേ, ഒരു രാജാവിന്റെ മഹിഷിയുമാണ് നീ. മഹിഷിയാണ്, മൂന്നാമത്തെ പത്നി മഹിഷിയാണ്. പദം ഓർക്കേണ്ടത്. അപ്പോൾ മഹിഷിത്വം മഹീപദേഹ, അതാണ്. അത് എങ്ങനെ മഹിഷിയായിട്ട് പറയണമെങ്കിൽ ഇനി 1 മണിക്കൂർ കൂട്ടിട്ട് സ്വാമിജി അനുവദിക്കാൻ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് നീ മഹിഷിത്വം മഹീപദേഹേ, മഹീപതയുടെ മഹിഷിയുമായ നീ എന്തുകൊണ്ട്? ഉഗ്രത്വം രാജധർമാണാം കഥം ദേവിന ബുദ്ധസേ, രാജധർമ്മങ്ങളുടെ ഉഗ്രത്വം എന്തുകൊണ്ട് നീ മനസ്സിലാക്കുന്നില്ല? അതാണ്, രാജധർമ്മങ്ങൾ ഉഗ്രമാണ്. രാമനോടുള്ള സ്നേഹം കൊണ്ട് ഇത് മാറ്റാൻ അധികാരമില്ല. ഇത് മാറ്റാതിരിക്കാനാണ് രാജാവ് മന്ധരയെ തന്നെ അയച്ചിരിക്കുന്നത്. നല്ല കാര്യബോധമുള്ള ഒരു ദാസി. എല്ലാ ദിവസവും അവൾ രാജമന്ദിരത്തിന് മുകളിൽ കയറി നിന്ന് നോക്കിയിരുന്നു ചുറ്റുപാടും എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ. എന്തുകൊണ്ടാണ്? അഭിഷേകം ഉണ്ടായാൽ അത് ദശരഥന്റെ സ്നേഹം നോക്കുമ്പോൾ, ദശരഥന്റെ മാത്രമല്ല എല്ലാ പത്നിമാരുടെയും, കൈകേയി ഉൾപ്പെടെയുള്ള പത്നിയുടെ, ദാസിമാരുടെ, മന്ത്രിമാരുടെ
സർവരുടെയും ഇംഗിതം രാമൻ രാജാവാകണമെന്നാണ്. അതുകൊണ്ട് അത് നടക്കും എന്നറിയുന്നത് കൊണ്ട് അത് നടക്കാതിരിക്കാൻ, നടന്നാത്ത കുഴപ്പം എന്താണ്? നടന്നാൽ രാമൻ ശൂർപ്പണഖയെ സ്വീകരിച്ചതുപോലെയാകും. അതില്ലേ, അതാകാൻ പാടില്ല. ആയാൽ എന്താണ്? ജനങ്ങൾ ഒന്നടങ്കം ദശരഥനെ നിന്ദിക്കും. ഇല്ലേ? തനിക്ക് തൊടാൻ അധികാരമില്ലാത്ത കന്യാശുൽക്കത്തിൽ. അപ്പൊ അതുകൊണ്ട് എന്താണ്? ഉഗ്രത്വം അത് പാലിക്കുന്നതിനുള്ള ദശരഥൻ പറഞ്ഞു, ഞാൻ ഇവിടെ കിടന്ന് മരിക്കും. ദശരഥൻ പറഞ്ഞില്ലേ, രാമനെ കാട്ടിലേക്ക് അയച്ചാൽ ഞാൻ മരിക്കുമെന്ന് ഒരു മരിച്ചോളാൻ പറഞ്ഞു. മരിച്ചോളൂ എന്ന് പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നാൽ പോലും അതിൽ നിന്ന് മാറിയില്ല. ഇതാണ് എന്ത്? കാലാവൃക്കാണാം ഹൃദയാന്വേഷാം എന്ന് പറഞ്ഞത്. എന്ത്? ചെന്നായിയുടെ ഹൃദയമാണ് സ്ത്രീയുടേത്. ധർമ്മത്തിന് വേണ്ടി അത്രയും ഉറച്ചു നിൽക്കും എന്നാണ് അർത്ഥം. അപ്പൊ ഞാൻ ഇത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഇപ്പൊ നമ്മുടെ സംസ്കാരത്തിൽ നിരവധി അമൂല്യങ്ങളായ ജാജ്വല്യമാനങ്ങളായ ജ്വലിക്കുന്ന പ്രഭയോടുകൂടിയ രത്നങ്ങളുണ്ട്. ഇതെല്ലാം വിട്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇതിനെ നിന്ദിച്ച് ദൂരെ പോകുന്നത്. അതുകൊണ്ട് ഭാരതീയമായ സംസ്കാരം, അതാണ് നമ്മുടെ പൈതൃകം, ഉജ്ജ്വലമായ പൈതൃകം. അതിനെ മനസ്സിലാക്കാനുള്ള സന്മനസ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എന്നെ ശ്രമിച്ച എല്ലാവർക്കും കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നമസ്കാരം.